الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: ألا أخبركم بخير ما يكنز المرء. حبيبنا محمد رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. കരളിൻ്റെ കരളായ ത്വാഹ റസൂലുടെ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാം. കരളിൻ്റെ കരളായ ത്വാഹ റസൂലുടെ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാം. കണ്ണാലെ കണ്ടില്ല, കാതാലെ കേട്ടില്ല, കാലം പിറന്നില്ല. പാപീവൻ പോമൊത്ത് വാഴും മദീന മലർവനിയിൽ ഒരു വട്ടം ചൊന്നില്ല. കരളിൻ്റെ കരളായ ത്വാഹ റസൂലുടെ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാം. തിരുനൂറെ കണ്ടോരെ കാണുമ്പോ കരളുള്ളിൽ
ഇടയുന്നൊരു നോവാണ്. ഹബീബോരെ കാണാനായി മധുവൂറും സ്വലവാത്തിൻ മന്ത്രത്താൽ കാത്തുകിടപ്പാണ്. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടെ കഥനങ്ങൾ ചൊല്ലിടാ. കരയുന്ന ഖൽബിൻ്റെ വ്യഥ ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാ. ഇൽമില്ല അമലില്ല ഇഷ്കെന്തെന്നറിയില്ല പാവം ഫഖീറാണ്. തിരുമുമ്പിൽ കാണിക്ക വയ്ക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ല എന്താണ്. ഇൽമില്ല അമലില്ല ഇഷ്കെന്തെന്നറിയില്ല പാപം ഫഖീറാണ്. തിരുമുമ്പിൽ കാണിക്ക വയ്ക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ലാതെന്താണ്. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടെ കഥനങ്ങൾ ചൊല്ലിടാ. കരയുന്ന ഖൽബിൻ്റെ വ്യഥ ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാ. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ മജ്‌ലിസിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ വെള്ളിയാഴ്ച രാവിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവസാനം നമുക്ക് ഹബീബിന്റെ മദ്ഹ് ചൊല്ലി ഈ വെള്ളിയാഴ്ച രാവിൽ നമുക്ക് ദുആരക്കണം. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് കണ്ണീരുകളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് പ്രയാസങ്ങളുമെല്ലാം ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെ ജീവിതത്തിലുമുണ്ട്. ഞാൻ ഇന്ന് പല കൂട്ടുകാരോടും ചോദിച്ചു, നമ്മുടെ ദ്വീപിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പലരും സങ്കടത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ആ പഴയൊരു പ്രതാപം അള്ളാഹു തആല തിരിച്ചു നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു ആ ഒരു പഴയ പ്രതാപം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിതകാലത്തിൽ ചെയ്തു പോയ സകലമാന നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമാക്കി ഒരു പ്രകാശമാക്കി അല്ലാഹു തആല കൊടുക്കട്ടെ. അവിടുന്ന് ആയിരക്കണക്കാന മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമിന്റെ മാധുര്യം ചൊരിഞ്ഞു കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം ഒരു പ്രകാശ ഗോപുരമായി നേരം പോക്കാക്കുന്ന മലക്കുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവനിക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ബിഹഖിൻ നബിയ്യ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, അൽഹംദുലില്ലാഹ്, ഇന്നലെ വളരെ ചുരുങ്ങിയ വാക്കില് നല്ലൊരു ഭർത്താവ് എന്നുള്ളതിന്റെ ഒരൽപ്പം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ വന്നപ്പോൾ 10-11 ദിവസം നമ്മൾ പല പല വിഷയങ്ങളായി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ ഭാര്യയും ഭർത്താവൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ വിഷയം ഏതായാലും വീണ്ടും പറയണ്ട എന്ന് വെച്ചിട്ട്, വിഷയം അതാണെങ്കിലും നമ്മൾ പറയുന്ന ചരിത്രങ്ങളും കഥകളൊക്കെ വേറെയായിരിക്കും.
ഒരുപക്ഷെ 2 കൊല്ലങ്ങൾക്കോ അല്ലെങ്കിൽ 1 കൊല്ലങ്ങൾക്കോ മുമ്പ് വന്ന് ഞാനിവിടെ പറഞ്ഞു പോയത് നിങ്ങൾ മറന്നാലും ഞാനത് മറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇനി അറിയാതെ എന്തെങ്കിലും വന്നു പോയാൽ പൊരുത്തപ്പെടുകയും വേണം. ഖാലിഖായ തമ്പുരാൻ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നല്ല ഭാര്യ. ദ്വീപിലെയൊക്കെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നല്ല ഭാര്യമാരാണ്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ആമീൻ പറഞ്ഞോളി. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ചിലപ്പോ ഈ ഒരു വെള്ളിയാഴ്ച രാവിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ടായിരിക്കും ഇന്നത്തെ ദിവസം മുതൽ പഴയ സ്നേഹത്തെക്കാൾ ഒന്നുകൂടെ സ്നേഹം ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആദരവായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാന്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഭർത്താവിന്റെ കടപ്പാടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള കടപ്പാടുകളെ പറ്റിയിട്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഭാര്യയ്ക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, ഭർത്താവിന് കടപ്പാടുകളുണ്ട്. അതെല്ലാം നിങ്ങൾ പരസ്പരം ചർച്ചകൾ ചെയ്യണം. അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും മുഴുവനും സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നിരുന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യമാരോട് അതവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വീടിന്റെ അകത്തട്ടിൽ ഭാര്യമാർക്ക് അല്പം ഒരു സമയം കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, മോളെ, റസൂലുള്ളാഹി തങ്ങൾ ഇന്നതുപോലെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപക്ഷെ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കരുത്. ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ രാത്രിയുടെ ഒരു സന്തോഷത്തിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ ഭർത്താവ് എത്തേണ്ടുന്നത്. ജീവിതത്തിന്റെ പകലുകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടെ ഭർത്താവിന്റെ വർത്തമാനം, ഭർത്താവിന്റെ പ്രവർത്തനങ്ങൾ, ഭർത്താവിന്റെ സാന്ത്വനങ്ങൾ അത് അവിടെ ഉണ്ടാകണം. എപ്പോഴും ഒരു ഭാര്യയോടൊപ്പം ഉണ്ടാകണം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ദ്വീപിന്റെ അവസ്ഥകൾ എടുത്ത് പരിശോധിച്ചു പോയാൽ അതിന് ഞാൻ മനസ്സിലാക്കിയതിന്റെ കുറവാണോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിച്ചപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ രാത്രി പോവാന്ന് വെച്ചാൽ അത് ഭാര്യന്റെ ഉപ്പയോടുള്ള ഒരു ബഹുമാനാണെന്ന്, അദബാണ്. ഭാര്യന്റെ ഉപ്പയോടുള്ള ഒരു അദബാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് നല്ലതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നാണ്. നിയമങ്ങളെല്ലാം അങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. കുടുംബജീവിതത്തിന്റെ മഹാത്മ്യങ്ങൾ വരുമ്പോ അവിടെ ഒരുമിച്ചുണ്ടാകണം. അള്ളാന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബി, സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിയുകയാണ്. ഭാര്യതാ പരാതിയുമായിട്ട് കടന്നു വരികയാണ്. എന്താണ് പരാതി എന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒരു പരാതി എനിക്ക് പറയാനുണ്ട്. മോളെ, നിന്റെ ഭർത്താവ് നിസ്കരിക്കാത്തവനാണോ? നോമ്പ് നോക്കാത്തവനാണോ? നന്മകൾ ചെയ്യാത്തവനാണോ? ഖുർആൻ ഓതാത്തവനാണോ? യാ ഹബീബല്ലാഹ്, എന്റെ ഭർത്താവ് ഇബാദത്ത് കൂടിയവരാണ്. എപ്പോഴും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആവേശത്തോടെ കടന്നിരിക്കുന്നവരാണ് നബിയെ. പക്ഷേ എന്റെ സങ്കടങ്ങൾ പറയാൻ, എന്റെ വേദനകൾ പറയാൻ, എന്റെ വിഷമങ്ങൾ പറയാൻ, എന്റെ ദുഃഖങ്ങൾ പറയാ, എന്റെ ഭർത്താവിനെ എന്റെ അരികത്ത് കിട്ടുന്നത് പാതിരാത്രിയിലാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് മദീനയുടെ മണിമുത്തിനോട് പരാതി പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അന്നത്തെ ക്ലാസ് എടുക്കുകയാണ്. അത് ഈ ഒരു സ്വഹാബിക്ക് വേണ്ടി മാത്രമല്ല, നിറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് നോക്കിയിട്ട് ആ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് പറയുകയാണ്, സ്വഹാബാ,
അള്ളാന്റെ മലക്കുകൾ പോലും ശപിക്കുന്ന ചില ആളുകളുണ്ട്, മാലാഖമാര് ശപിക്കുന്നവരുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മാലാഖമാര് ശപിക്കുന്നവരോ, മാലാഖമാർ അവിടുന്ന് ശപിക്കുന്നവരോ? ആ സമയത്ത് പറഞ്ഞതേ സ്വഹാബ, ഉടൻ തന്നെ അവിടുന്ന് ചോദിക്കുന്ന മലക്കുകൾ എന്തിനാ ശപിക്കുന്നത്? പകല് ഭാര്യയോട് വർത്തമാനമില്ല, പകല് ഭാര്യയോട് സംസാരമില്ല, പകല് ഭാര്യയോട് നല്ല കാര്യങ്ങൾ പറയൂല, അവരുടെ കാര്യങ്ങൾ നോക്കാൻ കടന്നു ചെല്ലൂല, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ആ സമയത്ത് അവിടെ ഇല്ല. അങ്ങനത്തെ ആളുകൾ മനഃപൂർവ്വം പോകാതിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്റെ ഭാര്യയോട് മിണ്ടുന്നത് കൊണ്ട് എന്തെങ്കിലും വിചാരിക്കോ, എന്റെ കുടുംബക്കാര് വല്ലതും വിചാരിക്കോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു ഇവിടുന്ന് ഉടമ്പടിയായി തന്നുപോയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച ഭാര്യയാണ്. അതിനെ രാത്രിയിലല്ല കാണേണ്ടുന്നത്, ഏത് സമയത്തും ജീവിതത്തിന്റെ വടികളിലൂടെ അവരുടെ കൈപിടിച്ചുകൊണ്ട് കടക്കാത്തവരാണോ? പകൽ അല്ലാഹുവേ അവരുടെ കാര്യങ്ങൾ നോക്കാത്തവരാണോ? അവരെ അള്ളാന്റെ മലക്കുകൾ ശപിക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു നിസാര പ്രശ്നമല്ല, സംഭവം ഇതൊരിപ്പോ നിസാര പ്രശ്നമല്ല, അല്ലേ? ബഹുമാനം കൊടുക്കേണ്ടുന്നവർക്ക് ബഹുമാനം കൊടുക്കണം, ആദരവ് കൊടുക്കേണ്ടുന്നവർക്ക് ആദരവ് കൊടുക്കണം, സന്തോഷം കൊടുക്കേണ്ടുന്നവർക്ക് സന്തോഷം കൊടുക്കണം. മകളെ കെട്ടിച്ചു വിട്ടു, ഞാൻ നിങ്ങൾ അങ്ങനാണെന്നല്ല, മകളെ കെട്ടിച്ചു വിട്ടു, ആ മകള് നല്ലതുപോലെ നമ്മുടെ കൂടെയുണ്ട്, ആ മകൾക്കൊരധികാരമുണ്ട്. എപ്പോഴും തന്റെ ഭർത്താവിനോട് സംസാരിക്കാനും വർത്താനം പറയാനും ചിരിക്കാനൊക്കെ ആ പെണ്ണിന് അവകാശമുണ്ട്, ഇല്ലേ? എന്നാലോ ചില ആളുകളുടെ, ഇവിടത്തെ ദ്വീപല്ലാന്ന് വെച്ചോളി, ചില ദ്വീപുകളിലെ ചില യുവാക്കളുടെ വാക്ക് കേട്ടപ്പോ സംഭവം അറിയാതെ എനിക്ക് ചിരി വന്നു. ഒരു പക്ഷെ ഇനി മേലാല് കിൽത്താൻ ദ്വീപിലേക്ക് എന്നെ വിളിക്കൂലായിരിക്കും. എന്നാലും പറയാനുള്ള പറയണ്ടേ, അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആ മാഷിന് സന്തോഷമായെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാനിവിടെ വന്നു പോയിട്ട് നാളെ എന്നെ ഏതെങ്കിലും ചെറുപ്പക്കാർ വിളിച്ചിട്ട്, ഉസ്താദേ അൽഹംദുലില്ലാഹ് നീ ഇപ്പൊ എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാ വരാന്നല്ല, ഞാൻ എൻ്റെ ഭാര്യ എടുത്ത് സംസാരിച്ചിട്ടാ വരുന്നത്. അൽഹംദുലില്ലാഹ് സന്തോഷം. ദാരിമി വാള് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം, അല്ലേ? അതാണ് അവിടെ നബി തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും നല്ല സന്തോഷം ഏതെന്നറിയോ? മുത്തഖീന അലൈഹാ മുതകാബിലീ യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂ. പടച്ചവനെ, നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തില് അല്ലാഹുവേ ചാരുകസേരയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ആരാണ് അങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? അത് ഒറ്റക്കല്ല ഇരിക്കുന്നത്, ആ ചാരുകസേരയിൽ ഇരിക്കുന്നത് സ്വർണത്തിനാലുള്ള ചാരുകസേരയില് പടച്ചവനെ സ്വന്തം ഭാര്യയുണ്ട്, സ്വന്തം ഭർത്താവുണ്ട്, സ്വന്തം മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുന്നവരോട് അല്ല പറയുന്നൊരു വാക്കുണ്ട്, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയോ? വീടിന്റെ കത്തട്ടിൽ പ്രിയപ്പെട്ടവളോടൊത്ത് മക്കളോടൊത്ത് ഒരുമിച്ചിരിക്കുമ്പോഴാണല്ലോ പൊന്നുമക്കള് ബാപ്പയെ കാണുന്നത്. ഏതെങ്കിലും അല്ലാഹുവേ പാതിരാത്രിയിൽ മക്കൾ ഉറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോഴാകരുത്. എപ്പോഴും മക്കള് ബാപ്പയെ കാണണമല്ലോ, ബാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോകണമല്ലോ. ഉമ്മയും ബാപ്പയും ഉച്ച സമയത്ത് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ കടന്നു വന്ന, അങ്ങനെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് അല്ലാഹ് പറയാണ്, സലാം ഖൗലം മിർ റബ്ബിർ റഹീം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരെ, ഒരുമിച്ച് കൂടിയവരെ, സന്തോഷത്തോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയവരെ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സന്തോഷത്തിന്റെ വീട്ടില്, ആനന്ദത്തിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകാൻ പറ്റണോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ,
എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പമാരെ, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോട് പറയാട്, ആ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഉപ്പമാരോട് പറയുകയാ, അല്ലാഹു നമുക്ക് തന്ന പൊന്നുമക്കള്, അല്ലാഹുവേ പെൺമക്കളെന്ന് പറഞ്ഞ ജീവിതത്തിന്റെ സൗഭാഗ്യമാണ്. ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം പെൺമക്കളെന്നുള്ളതാണ്. ആൺമക്കളെ പറ്റിയിട്ടും നമ്മൾ പറയും. എന്നാ ഞാനന്ന് ഓർമ്മപ്പെടുത്തുകയാ, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തില് റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ചുയർത്തിയത് ലോകത്തിന്റെ മാണിക്യമാണെന്ന്, ലോകത്തിന്റെ മരതകമാണെന്ന്, ലോകത്തിന്റെ മുത്താണെന്ന് പഠിപ്പിച്ചൊരു നേതാവാ. അങ്ങനെയുള്ള സന്തോഷം ഒരുപാട് കൊടുത്തത് പെൺകുട്ടികൾക്കാണല്ലോ. അങ്ങനെയുള്ള പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ എന്തിനേറെ അബൂ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വരികയാണ്. വന്നുകൊണ്ട് പരാതി പറയുന്നു, തങ്ങളെ അല്ല അബൂ ഉസാമ, കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. എനിക്കും എന്റെ ഭർത്താവിനും ഒരുമിച്ച് പോകാൻ കഴിയില്ല, എനിക്കും എന്റെ ഭർത്താവിനും ഒരുമിച്ച് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനെ ഫസ്ഖ് ചെയ്യാ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോ അവിടുന്ന് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മോളെ ഫസ്ഖ് ചെയ്യുന്നതിന് മുമ്പ് നിന്റെ ഭർത്താവിനെ കൂടിയിട്ട് എന്റെ മുമ്പിലൊന്ന് വരാവോ? അങ്ങനെ രണ്ടുപേരും കൂടെ കടന്നു വരികയാണ്. ഒരറ്റത്തു ഭർത്താവ്, മറ്റേ അറ്റത്തു ഭാര്യ. ഉടൻ തന്നെ ഭാര്യയോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് നിന്റെ ഭർത്താവിൽ നിന്നെന്താ വേണ്ടുന്നത്? ഉടൻ തന്നെ പെണ്ണു പറയാ, എനിക്ക് മോചനമാ. രണ്ടുപേരെയും ഒരാൾ അപ്പുറവും നിന്നു, ഒരാൾ ഇപ്പുറവും നിന്നു. ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ നിനക്കെന്താ നിന്റെ ഭർത്താവിൽ നിന്ന് വേണ്ടുന്നത്? ആ സമയം പറഞ്ഞു, എനിക്ക് വേണ്ടുന്നത് മോചനാണ്, എനിക്ക് വേണ്ടുന്നത് മോചനാണ്. അപ്പൊ ഭർത്താവിനോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടുന്നത്? എനിക്ക് അവളുടെ ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഒരാള് പറയാണ്, എനിക്ക് അയാളിൽ നിന്ന് എനിക്ക് മോചനം വേണം. ഭർത്താവിനോട് ചോദിച്ചപ്പം ഭർത്താവ് പറയാണ്, എന്ത്? എനിക്ക് അയാളുടെ സ്നേഹം വേണം. ഇതിപ്പോ എങ്ങനെ ശരിയാവുക? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇവിടെ ഇപ്പൊ എന്താ നടന്നത്? ചോദിച്ചതാ, ഒരാള് പറയുന്നു ഇഷ്ടം വേണമെന്ന്, ഒരാള് പറയുന്നു മഹബ്ബത്ത് വേണ്ട, എനിക്കിഷ്ടം വേണ്ട, ഒഴിവാകണമെന്ന്. ചൊല്ലാമോ കഥയൊന്ന് മനസ്സുള്ളിൽ നിറയുന്ന കഥനത്തിൻ കഥയെന്തേ പറയൂ മോളെ? അനുരാഗം അവനില് ചൊരിഞ്ഞിടാൻ കഴിഞ്ഞാലേ അറിവുള്ള മലറുമൊത്ത് നുകർന്നിടാമേ. കഴിയില്ല അബൂ ഉസാമ മനസ്സുള്ളം നീറുന്നോള, മരതകം നിറയുന്ന അജബോകളാ. ചൊല്ലാമോ കാനിമാര അദബില്ല കാനി തോഴ, പറയുമോ നിൻ കൃപയാലേ അലിഞ്ഞിടാമോ? പെണ്ണിനോട് ചോദിക്കുന്ന, മോളെ നിന്റെ ഭർത്താവിന് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ പോകുന്നത്? ആ സമയം അവള് കണ്ണുനീരോടെ പറയാട്, ഇന്ന് വരെ പടച്ചവനെ, ഇന്ന് വരെ ഭക്ഷണത്തിന് എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ, എന്നെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ടല്ലോ, എനിക്ക് നല്ല വസ്ത്രങ്ങൾ തന്നിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ, എന്തുകൊണ്ടാണ് പിന്നെ എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹം വരാതെ കടന്നു പോകുന്ന എന്നറിയോ? എന്റെ ഭർത്താവിന് ഉപേക്ഷിക്കാൻ എനിക്ക് ഇങ്ങനെ അവസരം വരുന്ന എന്നറിയോ? എന്റെ ഭർത്താവ് പകല് ഒരു സമയത്തും ഞാനുമായിട്ട് മിണ്ടാറില്ല, എന്നോടിരിക്കാറില്ല, എന്റെ കൂടെ നടക്കാറില്ല, എന്നോടൊപ്പം സംസാരിക്കാറില്ല. അല്ലാഹുവേ, വീടിന്റെ കത്തട്ടിൽ ഒരു ഉച്ചക്ക് പോലും എന്നോടൊപ്പം ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. പാതിരാത്രികളിൽ കടന്നു വരാറുണ്ട്. അങ്ങനത്തെ ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ ഉടൻ തന്നെ കേട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കണ്ണുനീരോടെ പറയാട്, വല്ലാഹി വല്ലാ
പൊന്നുമോളെ നിനക്ക് പറയായിരുന്നല്ലോ, നിന്റെ ആഗ്രഹം പറയായിരുന്നല്ലോ. ആ സമയത്താണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്, ഇത്രയും നാൾ ഞാൻ നിങ്ങളെ കാത്തിരുന്നവളാണ്. കല്യാണം കഴിഞ്ഞ് എത്ര രാവുകളിലാ നിങ്ങൾ എന്റെ കൂടെ വന്നത്, എത്ര പകലുകളിലാണ് എന്റെ കൂടെ ഇരുന്നത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ ആകുമോ? എന്നാൽ ഇവിടെ വെച്ചുകൊണ്ട് അബൂ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയ്, ഇന്നു മുതൽ എന്നോടൊപ്പം ഒരുമിച്ച് കൂടുമെന്ന് പറയുമോ എന്ന് പറഞ്ഞ അവസാനം അവിടെ വെച്ചുകൊണ്ട് ഉറപ്പിച്ചിട്ട് മരിക്കുന്നത് വരെ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ പിന്നെ വഴക്കുണ്ടായിട്ടില്ല. അവരുടെ ചരിത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോ തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാ നേരം താടി നരച്ചു പോയ, ശരീരം ചുക്കുചുളഞ്ഞു പോയ തന്റെ പ്രിയപ്പെട്ടവന്റെ തലയെടുത്തിട്ട് മടിത്തട്ടിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് പറയാട്, അല്ലാഹുവേ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നിന്ന എനിക്ക് ജീവിതത്തിന്റെ ഏറ്റവും നല്ല താങ്ങും തണലുമായിട്ട് ഈ സമയം വരെ എനിക്ക് തന്ന റബ്ബേ, എന്റെ ഭർത്താവിനെ പിരിയുകയാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ ഭർത്താവിന് ഇന്ന് വരെ എന്ത് കേടുപാട് വന്നാലും എന്റെ ഈ വീടിന്റെ കത്തട്ടിൽ ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞ് കബറിന്റെ ഉള്ളിൽ വന്ന അവരെ അല്ലാ നീ അവരെ ബുദ്ധിമുട്ടിപ്പിക്കല്ല റബ്ബേ, എടുക്കല്ല റബ്ബേ, പ്രയാസപ്പെടുത്തല്ല റബ്ബേ, സങ്കടപ്പെടുത്തല്ലേ റബ്ബേ. ഇവിടെ ഭാര്യ ചെന്നിട്ട് പറയാൻ എനിക്ക് വേണ്ട പറയാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? ഈ നാട്ടുകാര് പ്രത്യേകം കേൾക്കണം, എന്താണ് പറയേണ്ടത്. ഇനിയിപ്പോ വീട്ടിൽ പോണ്ട, എന്നാലും സംസാരിക്കണം. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും നല്ല വർത്തമാനത്തിൽ ഏർപ്പെടണം. ഇതെന്റെയോ ഇവിടെ ഇരിക്കണ ആരുടെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ അവിടെ ഒരിക്കലും ഫസ്ഖ് സംഭവിക്കൂല. ഭർത്താവിനോട് ഭാര്യയോട് എപ്പോഴും മിണ്ടുന്ന ഒരു ഭർത്താവാണ്, സ്നേഹം കൊടുക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ അവിടെ ത്വലാഖ് സംഭവിക്കൂല, അവിടെ ത്വലാഖ് സംഭവിക്കൂല. ഇതിപ്പോ എപ്പോഴെങ്കിലും വന്നാൽ ഭാര്യ ഒന്ന് മൊബൈലിൽ നോക്കിയാൽ അത് സംശയമായി. ഞാൻ ഇത് പറയണ കുറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കപ്പലുണ്ടെങ്കിൽ എന്നോട് ഒന്ന് കയറ്റിവിടാം. എന്നാലും ഞാൻ പറയാൻ, എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു, എപ്പോഴെങ്കിലും ഒന്ന് ഭാര്യയെ കണ്ടു, അപ്പൊ ഭാര്യ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ, ഇവള് ആർക്കറബ് ഇങ്ങനെ ഇപ്പൊ മെസ്സേജ് അയക്കണേ ഇല്ലേ? ആ സമയത്തായിരിക്കും ആ പാവം എടുത്തത്. പകല് നമ്മൾ കണ്ടു, വർത്തമാനം പറഞ്ഞു, നല്ലതുപോലെ മുന്നോട്ട് പോയി. ഇല്ല, ജീവിതത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ് സംശയരോഗം. ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെ ഇടയിൽ സംശയരോഗം ഉണ്ടോ, അടിച്ചു പിരി ഉറപ്പാൻ. ആ കുടുംബ ജീവിതം ഒരിക്കലും നന്നായിട്ട് പോകൂല. അതിനെന്ത് വേണമെന്നറിയോ? അതിനാദ്യം ഉമ്മയും ബാപ്പയും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നിപ്പോ ആദ്യം തന്നെ പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ ആദ്യം കൊടുക്കുന്നത് മഹറല്ല, മൊബൈലാണ്. ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഉണ്ടാ? ഉറപ്പന്നെ നിങ്ങള് വല്ലാത്ത ടീം. പെണ്ണ് കാണാൻ പോവാറില്ല. അപ്പൊ പിന്നെ എങ്ങനെ പെണ്ണിട്ട്? അപ്പൊ ഇത് ഇഷ്ടപ്പെടേണ്ടത് ഇപ്പൊ ചോദിക്കേണ്ടത്. എങ്ങനെ ഉമ്മയും ബാപ്പയും പറഞ്ഞ വാക്കാണെന്നല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചുമ്മാ അല്ല ഇവിടെ ആകെ വിഷയം. ഉമ്മായും ബാപ്പായും പറഞ്ഞ കാര്യം കേൾക്കണം. ഇതിന്റെ പിന്നിൽ വേറെ സംഭവം കൂടെ ഉണ്ട്. ഒരു മകളോടും ഒരു മകനോടും ചോദിക്കണം. മകളോട് പ്രത്യേകം ചോദിക്കണം, മോളെ ഞാൻ ഇന്നതുപോലെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, ആ ആൾ ഇന്ന ആളാണ്, കാണൽ സുന്നത്താണ് ആദ്യം. മോളെ ഇന്ന ആളെ കണ്ടുവച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ മാറ്റാണ്ട്. മോളെ അതുകൊണ്ട് നിനക്ക് ഇഷ്ടാണോ? ആ മോളോട് അനുവാദം ചോദിക്കൽ ഒരു പിതാവിന്റെ കടമയാണെന്ന് റസൂലുള്ളാഹി. ഇത് വെറുതെ അല്ല, നിങ്ങൾ കണ്ടുവച്ചിട്ട് കെട്ടിച്ചോളി. ഞാൻ എനിക്ക് പറയാനുള്ള വിഷയം ഞാൻ പറയും. എന്നെ ഏതാരും വിളിച്ചു അല്ലെ, സമ്മതം ചോദിച്ചിട്ട് മാത്രം കാര്യമില്ല, കാണിച്ചു കൊടുക്കണം ഇത് ഇന്ന ആളാണ് പയ്യനെന്ന്. അങ്ങനെ ഇപ്പൊ മൊബൈലിൽ നേരത്തെ കണ്ട, അതിപ്പോ എനിക്കറിയില്ലല്ലോ നിങ്ങൾ അങ്ങനെ കാണുന്നെന്ന്. ഏതായാലും അള്ളാഹു സന്തോഷം തരട്ടെ അല്ലേ, അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. അവരാണ് ജീവിക്കാനുള്ളത്. ആ പെണ്ണും ചെറുക്കനുമാണ് പടച്ച റബ്ബേ അള്ളാഹു അവിടെ നിളക്കി ചേർത്താല് ഒരുമിച്ച് കഴിയാനുള്ളവരവരാണ്. അതുകൊണ്ട് അവരുടെ പൊരുത്തവും അവരുടെ ഇഷ്ടവും ഒരു മാതാവും പിതാവും അറിഞ്ഞിരിക്കണമല്ലോ.
ഒരു മാതാവും പിതാവും അറിഞ്ഞിരിക്കണം. മോളെ ഇന്നതുപോലെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അബ്ദുൾ റസാഖിനെ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന് നമ്മൾ പെണ്ണാണിക്കാൻ. ഇനിയിപ്പോ അത് നിങ്ങൾ വിചാരിക്കണ്ട. അത് പറഞ്ഞപ്പോ അവന് ഭയങ്കര സന്തോഷായി. ഇനി കേട്ടുന്നില്ല, 5 ലക്ഷം വേണോ? ഓ, ഇവന്റെ അടുത്ത് വന്നപ്പോ എന്താ ചോദിച്ചു സംഭവം അറിയോ? അപ്പൊ ഇവൻ ചോദിച്ചു ഇവിടെ എങ്ങനെ സാർ പെണ്ണ് കിട്ടുന്നേ? ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൊടുക്കണം. എന്നാ ഞാൻ കിട്ടുന്നില്ല അല്ലേ? യാ റബ്ബ്, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ. നല്ല സന്തോഷമുള്ള, കണ്ണിന് കുളിർമയുള്ള നല്ല മക്കളാക്കി അള്ളാഹു തആല തരട്ടെ. ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാൻ, ഇവിടെ ഇരിക്കണ എൻ്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങന്മാരോടും എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോടും പറയാൻ, ഈ ത്വലാഖും ഈ ഫസ്ഖും ഒക്കെ എവിടെ നിന്ന് ആരംഭിക്കുന്നറിയോ? വിവാഹം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ആ സമയം മുതൽ നമ്മൾ വിളി തുടങ്ങി. അവിടെ മുതൽ നമ്മുടെ സംശയം തുടങ്ങി. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചപ്പോ എന്തായി? വേറെ കോളിലാണെന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. നീ ആർക്ക് വിളിച്ചു, എപ്പോ വിളിച്ചു, ഏത് സമയത്ത് വിളിച്ചു? പിന്നെ അത് കല്യാണം കഴിഞ്ഞാലും ആ വിഷയം പിന്നെ മാറൂല. കല്യാണം കഴിഞ്ഞാലും ആ വിഷയം മാറൂല. അതല്ലാന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറഞ്ഞു പോവുകയാണ്, ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് തന്ന പ്രിയപ്പെട്ട പൊന്നുമക്കള്, അതാണായാലും പെണ്ണായാലും നിക്കാഹ് കഴിയാതെ, വിവാഹം കഴിയാതെ സംസാരിപ്പിക്കരുത്. കാരണം എന്തെന്നറിയുമോ? അത് അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുകയാണ്. പണ്ടത്തെ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ പെണ്ണ് കണ്ടു കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ കഴിയുന്നത് വരെ അവര് കാണാറില്ലല്ലോ, അവർക്ക് വിളിക്കാൻ ഫോണില്ലല്ലോ. അതുകൊണ്ട് പണ്ടത്തെ ഉപ്പമാരും ഉമ്മമാരും ത്വലാഖ് അവിടെ നിന്ന് ചൊല്ലിയിട്ടില്ല, ഫസ്ഖ് ചെയ്തിട്ടില്ല. അതൊക്കെ കുറവായിരുന്നല്ലോ. ഇന്ന് മൊബൈൽ എന്ന് പറയുന്ന ഒന്ന് നമ്മളിലേക്ക്, എന്നിലേക്കും നിങ്ങളിലേക്കോ ഒന്ന് കാലെടുത്ത് വെച്ചപ്പോ വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് പോലും എനിക്കിവനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കല്യാണ പന്തലിൽ വരാത്ത പെൺകുട്ടിയുടെ കാലഘട്ടമാ. എനിക്കവളെ വേണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലഘട്ടമാ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന എന്നറിയോ? ദ്വീപിന്റെ മണ്ണില് പടച്ചറബേ ആവേശത്തോടെ കടന്നിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ഉപ്പയോട് ഉമ്മയോടാ പറയുന്നത്, നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളുടെ കുടുംബം തകരുമല്ലോ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അവരെ ശ്രദ്ധിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് പരാജയമാ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിസാര വിഷയമായിട്ട് എടുക്കരുത്, ഇത് ഗൗരവമാണ്. ഗൗരവരമായിട്ട് നമ്മൾ എടുക്കണം. ഇത് പറയുമ്പോ ഇവിടുത്തെ പ്രിയപ്പെട്ട പെൺമക്കള്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു സഹോദരിമാര് എന്നോട് വെറുപ്പ് വെക്കരുത്. നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു കുടുംബ ജീവിതം കിട്ടണം, നല്ലതുപോലെ ജീവിതം മുന്നോട്ട് പോകണം, ഇല്ലേ? പക്ഷേ അധിക ഉമ്മമാരും ബാപ്പമാരും സാധുക്കളാണ്, അവരിതൊന്നും അറിയണില്ല, ഇല്ലേ? ആരറിഞ്ഞിട്ടില്ലെങ്കിലും ആരുടെ കണ്ണ് വെട്ടിച്ചാലും, ഉമ്മാന്റെ ബാപ്പാന്റെ കണ്ണ് വെട്ടിച്ചാലും, എന്റെ ചെറുപ്പക്കാരാ പൊന്നുപെങ്ങള്, അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ നമുക്ക് അവിടെ നിന്ന് കഴിയില്ല. ഉറക്കമില്ലാതെ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒളിക്യാമറയാണ് പടച്ച തമ്പുരാൻ. നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. നമ്മൾ വിചാരിക്കും ഉമ്മായി ബാപ്പ ഇതൊന്നും പറയില്ല, എല്ലാ റബ്ബ് കാണുന്നുണ്ട്. അല്ലാഹു കാണുന്നുണ്ട്. ആ ഒരു ചിന്ത മതി, നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുവരുന്നത്, കുടുംബജീവിതത്തിൽ എപ്പോഴും നല്ല സന്തോഷം, നല്ല സമാധാനം ഉണ്ടാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ തന്നെ മനസ്സിരുത്തിയാൽ മതി, ഇല്ലേ? പെൺകുട്ടി വിചാരിക്കാൻ, റബ്ബേ ഇതിപ്പോ എങ്ങനെ അവസ്ഥ, ജീവിതം ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോവുക? പെങ്ങളെ, ഭർത്താവിനെ വേണ്ടുന്നൊരു കോലത്തിൽ സ്നേഹം കൊടുത്താൽ കല്യാണം കഴിയുന്ന ആ സമയം മുതൽ നിങ്ങൾ നോക്ക്, നമ്മുടെ പഴയ കാലത്തെ വല്യമ്മമാരിലേക്ക് പോകണം. നമ്മൾ നമ്മുടെ ജീവിതം കണ്ടുപഠിക്കാനുള്ള പഴയ കാലത്തുള്ള വല്യമ്മമാരൻ. ആ വല്യമ്മമാരിൽ ഏറ്റവും നല്ല വല്യമ്മയുണ്ട്. ആർക്ക് പറയാം? ഏറ്റവും നല്ലൊരു വല്യമ്മയുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരാത്? എന്തെങ്കിലും മിണ്ടാത്ത ഇങ്ങനെ നോക്കണം. ഏറ്റവും നല്ല വല്യമാരാ? ബീവി ഖദീജ. ആരാണ്?
പറഞ്ഞോളെ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഖാതിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു. കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ്, മാരമാവൂ ത്വാലിബിനും സമ്മതമാണ്, സമ്മതമാണ്. എന്റെ പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിന്റെ പെൺമക്കളോട് പറയാൻ, ഇന്നിപ്പോ ഞാൻ എപ്പോഴും പറയും പോലെ ചാറ്റിപിറ്റിയിലൊക്കെ അടിച്ച ഖദീജ ബീവിയുടെ ചരിത്രങ്ങൾ മലയാളം കിട്ടും. അതൊന്ന് വായിച്ചു പഠിക്കണം കല്യാണത്തിന്റെ മുമ്പ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടത് മസ്ലി കണ്ടിട്ടല്ല. ഇന്നിപ്പോ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടുത്തെ പെൺകുട്ടികളല്ലേ, ഇവിടുത്തെ പെൺകുട്ടികൾ അൽഹംദുലില്ലാഹ് ദീന നോക്കുക. ചില നാട്ടിലെ പെൺകുട്ടികൾ ആദ്യം നോക്കുന്നതാണ് മസിലുണ്ടോന്നാണ്. നല്ല മസിലുണ്ടോ, ഓക്കെ. മുടി നല്ല സെറ്റായിട്ട് കണ്ടിട്ട് അവിടെ നിന്ന് നല്ല ഉഷാറായിട്ട് കെട്ടിയിട്ടുണ്ടോ, ഓക്കെ. സൈഡ് മുഴുവനും വരഞ്ഞിട്ടുണ്ടോ, ഓക്കെ, അത് മതി, റാഹത്തായി ഇല്ലേ? ഖദീജ ബീവി അതൊന്നും അല്ല നോക്കിയത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നോക്കിയിട്ടുള്ള ഒന്ന് റസൂലുള്ളാഹിന്റെ സത്യസന്ധത. റസൂലുള്ളാഹി തങ്ങളുടെ സത്യസന്ധത. വാപ്പമാരോട് പറയാൻ, നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന പിന്നെ പുതിയാപ്പിള, പുതുമാരൻ, ആ പുതുമാരനിക്ക് ഉണ്ടാകേണ്ടുന്ന ഗുണം പുതുമാരൻ നിസ്കരിക്കുന്നവനാണോ എന്ന് ആദ്യം നോക്കുക. പുതുമാരൻ ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കുന്നവനാണോ എന്ന് ആദ്യം നോക്കുക. ഇത് പറയുമ്പോ എന്നോട് നിങ്ങൾ വെറുപ്പ് വെക്കരുത്, ഇനിയെങ്കിലും നമുക്ക് അബദ്ധം പറ്റരുത്. ഇത് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് എന്നോട് വെറുപ്പ് വരരുത്. മോനെ, നമുക്ക് സമയമുണ്ട്, നിസ്കരിക്കണം, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ലതുപോലെ കടന്നു വരാൻ പറയുന്നത്. എങ്ങനെയാണ് ഖദീജ ബീവി അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ ഒരു വട്ടം കണ്ടപ്പോഴേ ഐ ലവ് യു പറഞ്ഞില്ല. പിന്നെ എപ്പോഴാണെന്നറിയോ? അവിടെ നിന്ന് കച്ചവടത്തിന് ആളുകളോടൊപ്പം പറഞ്ഞു വിടുകയാണ്. ആളുകളോടൊപ്പം പറഞ്ഞു വിട്ടിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സത്യസന്ധത കണ്ടിട്ട്, മുസ്തഫ നബി തങ്ങളിൽ എന്തോ പ്രത്യേകതയുള്ളതുപോലെ കണ്ടിട്ട് അവിടെ നിന്ന് ഉടൻ തന്നെ ചെന്നിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞില്ല. പിന്നെ എന്തേ പറഞ്ഞു എന്നറിയോ? അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ആരുടെ മുമ്പിലേക്കെന്നറിയുമോ? അബൂ ത്വാലിബിന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയാ, എന്തു നല്ല സ്വഭാവമുള്ള മോനാ, എന്ത് നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ്. കച്ചവടത്തിൽ ഒരുപാട് മെച്ചമുണ്ടല്ലോ, കച്ചവടത്തിൽ ഒരുപാട് ലാഭമുണ്ടല്ലോ. അതുകൊണ്ട് ഈ സത്യസന്ധത കണ്ടിട്ട് അവിടെ നിന്ന് ഖദീജ ബീവി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമ്മതമാണോ? സത്യസന്ധത കണ്ടിട്ടും ആ സ്വഭാവത്തിന്റെ മഹാത്മ്യം കണ്ടിട്ടും സൗന്ദര്യം നോക്കിയില്ല അവിടെ ഖദീജ ബീവി. റസൂലുള്ളാഹി തങ്ങളുടെ സൗന്ദര്യം അത്രക്കില്ലേ? അവിടെ സൗന്ദര്യമല്ല ഖദീജ ബീവി അവിടെ ആദ്യം നോക്കിയത് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിന്റെ മഹിമയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമയും മഹാത്മ്യവുമാണ്. നമ്മൾ അതാണ് ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് അങ്ങനെല്ലാം നല്ലതുപോലെ മുന്നോട്ട് വരുമ്പോഴാണ് ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, അവിടെ മുതൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പറഞ്ഞ രൂപത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ സന്തോഷമാ. ഇനി ആരാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് പഠിപ്പിക്കാ? എന്റെ പെങ്ങളെ, ഞാൻ ഇത് പറയുമ്പോ എന്നോട് വെറുപ്പ് വെക്കാനല്ല, എന്തിനാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന എന്ന് ചോദിക്കാനല്ല. എന്റെ ഉമ്മമാരെ, ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് റൂഹ് അവിടുന്ന് തൊണ്ടക്കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോ നിന്റെ ഭർത്താവിന്റെ പൊരുത്തമല്ലേ നിനക്കവിടെ വേണ്ടുന്നത്? എന്തിനേറെ സുബ്ഹാനല്ലാഹ്, ഒരു പ്രിയപ്പെട്ട ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് വേണ്ടുന്ന
വേണ്ടുന്നത് ബാപ്പന്റെ പൊരുത്തമല്ല, ഭാര്യയ്ക്ക് വേണ്ടുന്നത് ഭർത്താവിന്റെ പൊരുത്തമാണ്. എന്നാൽ ഭർത്താവിന് വേണ്ടുന്നതോ അത് ഉമ്മാന്റെ പൊരുത്തമാണ്. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടർന്നു വീണുപോയ അമൂല്യമായ മുത്താണ് എന്റെ പെങ്ങളെ. ഏറ്റവും നല്ല ഒരു പെണ്ണിന്റെ കഥ പറയുകയാണ്. ഇദാ ദഖല സൗജുൽ ബൈത ഫമിൻ ഹുസ്നി മുആമലത്തി സൗജത്തി അൻ തഅഖുദ ബിയദി സൗജിഹാ വതുദ്ഖിലഹു ഇലൽ ബൈതി. പെങ്ങളെ, ഞാൻ എണ്ണി പറയുന്ന കാര്യങ്ങള് എന്റെ ഉമ്മമാരുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോ. ചില നാടുകളില് ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിക്കണം, പടച്ചോനെ ഞാൻ ഇതൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനാണെന്ന് ചോദിക്കണം. ചില ഉമ്മമാർ ചിന്തിക്കുന്നുണ്ടാവും, മൊയ്ലാരെ വൈഫിന്റെ ഫോൺ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ ഈ ചങ്ങ ഇതൊക്കെ വെച്ചലക്കുന്നുണ്ട്, ചോദിക്കായിരുന്നു എങ്ങനെ ആളെങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വിളിക്കാൻ പറ്റിയ അവസരം ഉണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടാവും. എന്റെ പൊന്നാര ഉമ്മമാരെ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇല്ലേ? ഭാര്യന്റെ ഒരു കടമ പറയാൻ തന്റെ ഭർത്താവ് നേരം വെളുത്തിറങ്ങി പോകുമ്പോ എത്ര സങ്കടത്തിലാ പോന്നേന്നറിയോ? ഉമ്മമാര് പറയും എനിക്ക് ടെൻഷൻ ഇല്ലെന്നാ. ഈ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ കഴിയുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ലേ? ഞാൻ പറയാണ്, ചിരിച്ചുകൊണ്ട് ടെൻഷൻ മുഴുവനും കൽബിൽ ഒതുക്കിയിട്ട് നടക്കുന്ന ഒരു ശരീരമുണ്ട്, അതാ പെങ്ങളെ ഭർത്താവ്. ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ സങ്കടം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ജീവിതകാലത്ത് നേരം വെളുത്തിറങ്ങി പോകുന്ന ഭർത്താവ്, സുബ്ഹാനല്ലാഹ്, മക്കളെ പഠിപ്പിക്കണം, ഇവിടെ നിന്ന് കരയിൽ കൊണ്ടാക്കണം, അവരെ ബിടെക്കിന് പഠിപ്പിക്കണം, MBBS പഠിപ്പിക്കണം, LLBക്ക് പഠിപ്പിക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കണം. അതിനൊക്കെ ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കണം. അപ്പോഴും കുറ്റം ഭർത്താവിനാണ്, നിങ്ങളാണ് അവനെ നശിപ്പിച്ചത്, അല്ലേ? ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ പറയാറുണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവരാരും നിങ്ങളെ ചെയ്യില്ല, ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ. ഇവിടെ അങ്ങനെ പറയോ? നിങ്ങളങ്ങനെ പറയുള്ളൂ. കാരണം ഇന്ന് രാത്രി ചോറിട്ടണം. ചോറ് മാറ്റിട്ട് ഞാൻ വിചാരിച്ച് പുതിയ സംഭവം ഇനി ആചാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരും. അപ്പൊ ഏതായാലും നിങ്ങൾ ചോറ് മാറ്റിട്ട് വന്ന ടീമാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിച്ച ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് വേണം? പടച്ചോനെ, കഴിച്ച ഉടൻ നമ്മൾ പറയണം, റബ്ബേ ഈ കഴിച്ച ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾ കഴിച്ച ആ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഒന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞു പോവുകയാണ്, ഇദാ ദഖല സൗജുൽ ബൈത വമിൻ ഹുസ്നിൽ മുആമലത്തി സൗജത്തി അൻ തഅഖുദ ബിയദി സൗജഹാ വതുദ്ഖിലഹു ഇലൽ ബൈത്ത്. ഏറ്റവും നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയുടെ അടയാളം എന്തെന്നറിയോ? അതിന് രാവാകട്ടെ പകലാകട്ടെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ഓഫീസിൽ വർക്ക് കഴിഞ്ഞ് വരുന്ന ഭർത്താവ്, അല്ലെങ്കിൽ അവിടെ നിന്ന് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിട്ട് കടന്നു വരുന്ന ഭർത്താവ്, ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കടന്നു വരുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ സന്തോഷത്തില് അവരുടെ കൈയൊന്ന് പിടിച്ചിട്ട് ബിയദി സൗജഹാ വതുദ്ഖിലഹു ഇലൽ ബൈത്ത്. നിങ്ങൾ എന്തേ ക്ഷീണിച്ചിരിക്കുന്നത്? ഒന്ന് വാ, നിങ്ങൾക്ക് വെള്ളം വേണോ ഭക്ഷണം വേണോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പെണ്ണ്, അത് സ്വാലിഹത്തായ പെണ്ണെന്നാ. ഉമ്മമാരെ, നമ്മൾ ഭർത്താവ് അവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് വരാൻ അൽഹംദുലില്ലാഹ്, നിങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോ ഞങ്ങളിങ്ങനെ പോയപ്പോ എൻ്റെ കൂടെ അസറിന് കറങ്ങാൻ വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു ഭയങ്കര നിഅമത്താ ചെയ്തേക്കുന്നെന്നാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വലിയ നിഅമത്താ ചെയ്തേക്കുന്നേ. ഉടൻ തന്നെ ഇദ്ദേഹം ചോദിച്ചു, അതെന്താ സാർ ആളിവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇതുപോലെ കടലിന്റെ തീരത്ത് കാറ്റൊക്കെ കൊണ്ട് നല്ല ശുദ്ധമായ കടലൊക്കെ ഇങ്ങനെ കണ്ട്, ഒരു അഴുക്കോ ചെളിയോ ഒന്നും ഇല്ലാത്ത കടലൊക്കെ കണ്ട് നല്ല കാറ്റും കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ, എന്തോ ഒരു രസമാണ്.
അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ച്, പൊന്നാർ ഉസ്താദ്, ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്കാണ് അള്ളാഹു നിയമത്ത് ചെയ്തേക്കുന്നതെന്നാ, നിങ്ങൾക്ക് എല്ലായിടത്തും പോവാന്നാണ്. ഒരു സംഭവം ഞാൻ ചിന്തിച്ചപ്പോൾ അത് ശരിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, വേണ്ടേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഇല്ലേ? ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ദ്വീപിന്റെ സകലമാന മേഖലകളിലും അടിത്തറകളിൽ മുഴുവനും കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു തരട്ടെ, ആമീൻ പറയും. വെള്ളിയാഴ്ച രാവ് അള്ളാഹു നമ്മളെ കൈയൊഴിയൂല. ഇന്ന് പല വാപ്പമാര് സങ്കടത്തിലാണ്, പലരും ഒരുപാട് നല്ല നല്ല ജോലികളിൽ പോയിരുന്നവരാണ്, പലതും നഷ്ടമാണ്. അള്ളാഹു എല്ലാം തിരിച്ചു നൽകി നമ്മളെ റാഹത്തിലാക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം പെങ്ങളെ? കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അവരുടെ കൈപിടിച്ച് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന എന്റെ ഉമ്മ. അതുമാത്രവുമല്ല, അവിടെ നിന്ന് പറയുകയാണ്, ഭർത്താവ് ഏത് ജോലി കഴിഞ്ഞിട്ട് കടന്നു വന്നാലും അവരുടെ ശരീരത്തഴുക്കുണ്ടാകാ, അവര് ജോലി കഴിഞ്ഞിട്ട് കടന്നു വരുന്നവരാകൂ. അവര് വരുന്ന സമയമാകുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ഫാത്തിമ, അലിയാരങ്ങൾ ജോലി കഴിഞ്ഞ് കടന്നു വരുമ്പോ എന്റെ പൊന്നുമോളെ ഫാത്തിമ, നിങ്ങളുടെ ശരീരത്തൊരഴുക്കുണ്ടാകാൻ പാടില്ല, വൃത്തികേടായ വസ്ത്രം ഉണ്ടാകാൻ പാടില്ല, നല്ല വസ്ത്രത്തോടു കൂടിയിട്ട് ഇരിക്കണേ ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂൽ ആരോടാ ഇത് പറയുന്ന എന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ കരളിന്റെ കഷണമായ പുന്നാര പൊന്നുമോള് ഫാത്തിമയോട് പറയാ, അലിയാർ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ അലിയാർ തങ്ങളുടെ മൂക്കിലേക്ക് ഒരു ദുർഗന്ധം വരുത്തല്ലേ ഫാത്തിമ, അണിഞ്ഞൊരുങ്ങി നിൽക്കണേ ഫാത്തിമ. ഒരു ദുർഗന്ധവും പെങ്ങളെ വരാൻ പാടില്ല. ഇന്നലെ ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമായില്ലേ? ഞാൻ ഇപ്പോഴും പറയാൻ, ഭർത്താവിന് ജോലി കഴിഞ്ഞ് വരുമ്പോ അവരുടെ ശരീരത്തിൽ അഴുക്കുണ്ടാകും, അവരുടെ ശരീരത്ത് വിയർപ്പിന്റെ ഗന്ധം ഉണ്ടാവും. ഉമ്മമാരെ, നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മൾ അവരുടെ കണ്ണിൽ, അവർ ആ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ നബിതങ്ങൾ പറയാൻ, അവരുടെ കണ്ണിൽ നീ സുന്ദരിയായിരിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അപ്പൊ ഉസ്താദെ, മുടിയൊക്കെ നരച്ച വല്യമ്മമാരാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യണ്ടെന്നാ പലരുടെയും ചോദ്യം. അവര് നല്ല വസ്ത്രം ധരിക്കണം. ഇവിടെ ഈ ജീവിതത്തിന് വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. വല്യമ്മമാരാണെങ്കിലും വേണ്ടില്ല, വല്യപ്പമാരാണെങ്കിലും എല്ലാം ഒരേപോലെ. റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക്, ഷമീർ ദാരിമിയുടെ വാക്കാണെങ്കിൽ എടുത്ത് കടലിട്ടൊളി. ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു സംഭവം. ഇന്നിപ്പോ ആ പാട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോ പിന്നെ റസാഖ് ഇങ്ങനെ പാടുന്നു. അപ്പോഴാണ് എനിക്ക് ആ പാട്ടിനെ പറ്റി എനിക്കിങ്ങനെ ഒരു ഓർമ്മ വന്നത്, അല്ലേ? പണ്ടുള്ള ഉമ്മമാരൊക്കെ അങ്ങനെ എന്നറിയോ? പുന്നാരമാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിതാ ഒരുങ്ങിടുന്നേ, പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി, പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ, കനകവളകൾ അണിഞ്ഞോരുങ്ങി, കടകണ്ണാൽ മാരന്റെ വരവും കാത്ത്, കനകവളകൾ അണിഞ്ഞോരുങ്ങി, കടകണ്ണാൽ മാരന്റെ വരവും കാത്ത്, കൽബിലോരായിരം ആശകളാൽ കതിർ കത്തി മിന്നി തിളങ്ങി നാരി, പുന്നാര മാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങി നിന്നേ, പുതുമകൾ പലതും മനസ്സിൽ പിന്നെ, പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ. ഇത് ഇന്നുള്ള കഥല്ലട്ടാ, ഇത് ഇന്നുള്ള കഥയല്ല. പണ്ടത്തെ ഉമ്മമാര് ജോലിക്ക് പോയാൽ പടച്ചോൻ എന്റെ ഭർത്താവ് എപ്പോഴാ വരാന്നാണ്, അള്ളാഹ് എന്റെ ഭർത്താവ് എപ്പോഴാ തിരിച്ചു വരാ? ഭർത്താവ് വരുന്നതിന് മുമ്പ് കുളിച്ചൊരുങ്ങും, നല്ല വസ്ത്രം ധരിക്കുമായിരുന്നല്ലോ. എന്തിനേറെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വയോവൃദ്ധയായ ഒരു ഉമ്മാന്റെ കഥ പറഞ്ഞില്ലേ? എന്താണ് ഉമ്മയുടെ കഥ എന്നറിയുമോ? അവിടെ സ്വഹാബിമാരുടെ പ്രിയപ്പെട്ട ഭാര്യമാരിയ്ക്കുമ്പോ ഒരു ചിരി കേൾക്കുകയാണ്. ആരാണ് ചിരിക്കുന്ന എന്നറിയോ? സ്വഹാബിമാരുടെ ഭാര്യമാരാ.
എന്തിനാ ചിരിക്കുന്നത്? ആ സമയം പറയുന്ന ഒരു വല്യമ്മാന്റെ കഥ പറഞ്ഞു ചിരിച്ചതാ. എന്തിനാണ് വല്യമ്മാന്റെ കഥ പറഞ്ഞിട്ട് ചിരിക്കുന്നത്? ആ സമയം അവിടെ നിന്ന് പറഞ്ഞു പോയ ഒരു വാക്കേതെന്നറിയോ? പടച്ച റബ്ബേ, ഈന്തപ്പനയുടെ മടല് പിടിച്ചിട്ട് വഴിയോരത്തു കുത്തി നടക്കുന്ന ഒരു വയസ്സായ ഒരു വല്ലിപ്പയുണ്ട്. ആ വല്ലിപ്പ എവിടെ നസർ നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബിന്റെ സമയമാകുമ്പോ ഏകദേശം വീട്ടിലേക്ക് എത്തോ. ആ ഒരു സമയമായ പല്ലില്ലാത്ത വല്യമ്മ കുളിച്ചൊരുങ്ങുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. അന്നത്തെ പടച്ചട്ട പോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പടച്ച റബ്ബേ, അന്നത്തെ വീടിന്റെ വാതിൽ പടിയില് അവര് ഭർത്താവിനെ നോക്കി നിൽക്കുകയാണ്. അത് മാത്രവുമല്ല, അവര് ചിരിച്ച് എന്തിനെന്നറിയോ? ആ ഒരു ചിരിയില് ഒരു പല്ലുമില്ല, അതോർത്തുകൊണ്ട് ചിരിച്ചതാണ്. വയസ്സായ വല്യമ്മന്റെ കഥ പറഞ്ഞിട്ട് ചിരിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്റെ സംഭവം എന്നറിയോ? വയസ്സായ വല്ലിപ്പ വരുമ്പോ വല്ലിപ്പ സന്തോഷമായിക്കോട്ടെ എന്നാണ്. അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങൾ എന്ത് വിചാരിച്ചു? സംഭവം ഈ കുടുംബം എന്ന് പറഞ്ഞാൽ 10-30 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40 വർഷം, അല്ലെങ്കിൽ ഭർത്താവിന് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഭാര്യ ഒരു വഴിക്ക്, ഭർത്താവ് ഒരു വഴിക്ക് അവസാനിക്കൂല. വിരലുകൾ ചേർത്ത് പിടിക്കണം. ഒരു സങ്കടം വന്നാൽ, ഇല്ലേ, ഭർത്താവിനൊരു സങ്കടം വന്ന പെങ്ങളെ ഇവിടെ ശ്രദ്ധിച്ച, ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. എന്തിനങ്ങനെ പറഞ്ഞ്? ആ കൈ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ആ അന്ന് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ആ വിരലുകളുടെ ഇടകളിലൂടെ താഴേക്ക് പോവാൻ. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത് ഒരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നല്ല സന്തോഷത്തോടെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോവുക. പിന്നീട് അവിടെ എന്താ പറഞ്ഞു എന്നറിയോ? മിൻ ഹുസ്നി ഇശ്റതി സൗജതി അൻനുശാരിക സൗജഹാ കൈപിടിച്ചു വീട്ടിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുപോയെന്ന് മാത്രമല്ല, നേരം വെളുത്തു ഭർത്താവ് ഇറങ്ങിപ്പോയവനല്ലേ, തിരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയുടെ 4 ചുമരിന്റെ ഉള്ളിൽ കിടന്ന് വിയർപ്പൊഴിച്ച ഉമ്മ, വിയർപ്പൊഴിച്ച പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വിയർപ്പ് കൊണ്ടല്ലോ അങ്ങനെ ഒഴുകി വരുന്ന ആ വിയർപ്പിന്റെ തുള്ളികളെ എന്റെ പെങ്ങളെ നിങ്ങൾ തുടച്ചു കളയരുത്. ഭർത്താവിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. എന്റെ പൊന്നു പെങ്ങന്മാരെ, ഈ കിൽത്താൻ ദ്വീപിന്റെ മണ്ണില് പടച്ച റബ്ബേ, ഞാൻ എപ്പോ വന്നാലും ആവേശത്തോടെ നമ്മുടെ സ്റ്റേജിന്റെ 4 ഭാഗത്തും ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങന്മാരോട് പറഞ്ഞു പോവുകയാണ്, അല്ലാഹുവേ, ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ശരീരത്തിലൂടെ ഒഴുകി വരുന്ന ഓരോ വിയർപ്പിന്റെ തുള്ളിക്ക് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഓഫർ ചെയ്ത എന്തെന്നറിയോ? 100 ഷഹീദിന്റെ പ്രതിഫലമാ. ഒന്നല്ല ഉമ്മ, രണ്ടല്ല ഉമ്മ, 100 ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമ്പോ എന്തിനാ പെങ്ങളെ തള്ളിക്കളയുന്നത്? ഭർത്താവിന് നിങ്ങൾ എത്രത്തോളം ഖിദ്മത്ത് ചെയ്തോ, എത്ര സന്തോഷം കൊടുത്തോ, എത്ര ആനന്ദം കൊടുത്തോ, അതിനൊക്കെ റബ്ബ് തആല അവിടുന്ന് പ്രതിഫലം തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, മിൻ ഹുസ്നി ഇശ്റതി സൗജതി അം തുശാരിക സൗജഹാ വീടിന്റെ കത്തട്ടില് ഭർത്താവിന്റെ കൈ പിടിച്ചു കൊണ്ടിരുത്തിയിട്ട് ആ വിയർത്ത് കുളിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണമുണ്ടല്ലോ, പടച്ച റബ്ബേ, വിളമ്പിയിട്ട് ഭർത്താവിന്റെ മുമ്പിലൊന്ന് വെച്ചു കൊടുക്കുമ്പോ, ഭർത്താവിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുമ്പോ അവിടെ നിന്ന് നീ പോകല്ലേ പൊന്നുമോളെ, അവിടെ ഇരിക്കണേ പെങ്ങളെ. ഭർത്താവിന് കറി വിളമ്പി കൊടുക്കണം പെങ്ങളെ, തോരൻ വിളമ്പി കൊടുക്കണം പെങ്ങളെ, ഇനി എന്ത് വേണമെന്ന് ചോദിക്കണം പെങ്ങളെ. മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കഴിച്ചോ, ഞാനിപ്പോ വരാമെന്നല്ല, അവിടെ ഇരിക്കണം ഉമ്മ. നമുക്കറിയുമല്ലോ പണ്ടുള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പാതിരാത്രിയായാലും ഉച്ചയായാലും അവര് കാത്തിരിക്കുന്നവരെ ശരീരമുണ്ട്. അതേത് ശരീരമെന്നറിയോ?
അത് സ്വന്തം ഭർത്താവിനെയാണ്, സ്വന്തം ഭർത്താവിനെയാണ്. അവര് കടന്നു വരുമ്പോ ഒരുമിച്ചിരുന്നിട്ട് അവര് ഭക്ഷണം കഴിക്കുമായിരുന്നു, ഒരുമിച്ച് വിടന്ന് വിളമ്പുമായിരുന്നു. പടച്ച റബ്ബേ എത്ര സന്തോഷമാ, രണ്ടുപേരും നല്ലതുപോലെ ഇരിക്കുകയാണ്. തുഷാരിക്കു സൗജഹാ നിന്റെ ഭർത്താവിനോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് അവരോട് പരാതി പറയരുത്, ആ സമയത്ത് നിന്റെ പരിഭവം പറയരുത്, ആ സമയത്ത് നിന്റെ കണ്ണുനീര് പറയരുത്, ആ സമയത്ത് നിന്റെ വേദന പറയരുത്, ആ സമയത്ത് നിന്റെ കഷ്ടപ്പാട് പറയരുത്. ആ സമയത്ത് എത്ര വേദനകളുണ്ടെങ്കിലും, ആ സമയത്ത് എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊന്നും നിന്റെ ഭർത്താവിനോട് ആ സമയത്ത് പറയല്ലേ. നമുക്കറിയുമല്ലോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ടവളല്ലേ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. പടച്ച തമ്പുരാൻ അവർക്കൊരു പൊന്നുമോനെ കൊടുക്കുകയാണ്. അല്ലാഹുവേ, കാണാൻ എന്ത് രസമാണെന്നറിയോ, എന്ത് ചേലാണെന്നറിയോ, നല്ല ഒരു സുന്ദരനായ പൊന്നുമോനാണ്. അങ്ങനെ ഇരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വരുന്നതിന്റെ മുമ്പ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ, വിവേകമുള്ള ഭാര്യ, അവിടുന്ന് വരുന്ന ഭർത്താവിനോട് പെട്ടെന്ന് മകൻ മരിച്ചെന്ന് പറഞ്ഞില്ല. അവിടുന്ന് ഭർത്താവ് അവിടുന്ന് കടന്നു വന്ന പാട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൈയങ്ങ് പിടിക്കുകയാണ്. ആ കൈ പിടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവരികയാ. കൊണ്ടുവന്നപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവളെ, അല്ലയോ പ്രിയപ്പെട്ടവളെ, പൊന്നുമകൻ എങ്ങനുണ്ടെന്ന് പറയോ? ഉടൻ തന്നെ വിടന്ന് ഭാര്യ പറഞ്ഞില്ല, പെങ്ങളെ, അല്ലാഹു തന്ന പൊന്നുമോന് മരണപ്പെട്ടു വന്നവിടന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവള് വിവേകമുള്ള പെണ്ണ് പറഞ്ഞു പോയി, മുമ്പത്തെക്കാൾ ശാന്തനാണ് പൊന്നുമോ. അവന് കുരുത്തക്കേടില്ല, അടിപിടിയില്ല, വഴക്കില്ല, ഒന്നുമില്ല. മുമ്പത്തെക്കാൾ ശാന്തനാ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് ഭക്ഷണം കൊടുക്കുകയാ. അവിടെ ഇരുന്നിട്ട് വിളമ്പി കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞ ഭർത്താവ് ഭക്ഷണം കഴിഞ്ഞ് കുളിച്ചു വന്നപ്പോ ഭാര്യ ചോദിക്കുകയാ, അല്ല ഭർത്താവേ, അല്ലാഹു നമുക്കൊരു സമ്മാനം തന്നാല് അത് തിരിച്ചു കൊടുക്കണോ? അത് പിന്നെ തിരിച്ചു കൊടുക്കാതെ എന്ത് ചെയ്യാനാ പൊന്നുമോളെ? ഉടൻ തന്നെ വിടന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവിടന്ന് പറയുകയാണ്, എന്നാൽ അല്ലാഹു നമുക്ക് തന്നുപോയ പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോൻ ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. പൊന്നുമകന്റെ ജനാസ ഞാൻ അവിടെ പൊതിച്ചു വെച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറയുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറയുകയാണ്. ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയാ, യാ റസൂലല്ലാഹ്, ഞാൻ അവിടുന്ന് വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ എന്റെ പൊന്നുമോനും മരണപ്പെട്ടത് അറിയിപ്പിക്കാതെ എനിക്ക് ഭക്ഷണം തന്ന എന്റെ പെണ്ണിനെ ഞാൻ ഇനി എന്റെ കൂടെ കൊണ്ടു നടക്കണോ? എന്റെ കൂടെ ഇനി ജീവിപ്പിക്കണോ നബിയേ? അല്ലാഹുവേ, പടച്ച റബ്ബേ, റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിന്റെ ഭാര്യ ചെയ്തത് ശരിയാ. അവള് വിവേകമുള്ള പെണ്ണാ. നീ അവിടുന്ന് ക്ഷീണിച്ചു വന്ന പാട് അവളുടെ സങ്കടം പറഞ്ഞില്ലല്ലോ, അവളെ വേദന പറഞ്ഞില്ലല്ലോ, അവളുടെ ദുഃഖം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറയാ, ബാറക്കല്ലാഹു ലക്കും ഫീ ലൈലാ, ഇന്നത്തെ രാത്രിയില് അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോ അതിൽ അല്ലാഹു ഒരു കുട്ടിയെ കൊടുക്കുകയാണ്. നല്ല അറിവുള്ള, നല്ല ബോധമുള്ള, നല്ല തന്റെ ഇടമുള്ള, നല്ല ഇസ്സത്തുള്ള ഒരു കുട്ടിയെ അവിടുന്ന് കൊടുക്കുക.
കൊടുക്കുകയാ. എന്തിനാ പെങ്ങളെ ഉമ്മു സലൈം എന്ന് പറയുന്ന പൊന്നു പെങ്ങളുടെ കഥ പറഞ്ഞു എന്നറിയോ? ദ്വീപിന്റെ മണ്ണില് ഇവിടെ ഇരിക്കുന്ന എന്റെ പൊന്നു പെങ്ങന്മാരെ പഠിക്കാൻ പറയാ. നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്? നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവ് വൈകുന്നേരം ഒന്ന് വീട്ടിലേക്ക് വരുമ്പോ, ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അധികവും അങ്ങനാണല്ലോ, വീട്ടിലേക്കൊന്ന് വരുമ്പോ വന്ന് കേറുന്ന സമയത്ത് മുഖം വലിച്ചിറക്കിയിരിക്കുന്നവരില്ലേ, അവരുടെ മുഖത്ത് നോക്കാത്തവരില്ലേ, അവരോട് വർത്തമാനം പറയാത്തവരില്ലേ, അവരോട് കാര്യങ്ങൾ ചോദിക്കാത്തവരില്ലേ, എന്താ പറ്റിയെന്ന് ചോദിക്കാത്തവരില്ലേ? എന്റെ പെങ്ങളെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്താ ചെയ്ത കണ്ടോ? പരിഭവം പറഞ്ഞില്ല, പരിവട്ടം പറഞ്ഞില്ല. അവിടുന്ന് നിഷ്കളങ്കയായ പെണ്ണ് എല്ലാം സമാധാനത്തോടെ കൈകാര്യം ചെയ്യുകയാ. എന്റെ ഉമ്മമാര് ചിന്തിക്കണ്ട, ഉസ്താദേ നിങ്ങൾ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവനോട് ഒന്നും പറയണ്ട എന്നാണോ? പറയണ്ടെന്നൊരിക്കലും പറയൂല പെങ്ങളെ. നിങ്ങൾക്ക് പറയാനുള്ളവനാ നിങ്ങളുടെ ഭർത്താവ്. നിങ്ങളുടെ സങ്കടം പറയാൻ, നിങ്ങളുടെ വേദന പറയാൻ, നിങ്ങളുടെ കണ്ണീര് പറയാൻ, നിങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ, നിങ്ങളുടെ ആവലാദികൾ പറയാൻ, നിങ്ങളുടെ വേവലാദികൾ പറയാനുള്ള ഒരു പുരുഷനാ നിങ്ങളുടെ ഭർത്താവ്. അതിന് സമയമുണ്ട്, അതിന് സാഹചര്യമുണ്ട്. അതല്ലാതെ വന്ന പാട് അവരോട് അവരുടെ സങ്കടത്തെ നിങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിസാര പ്രശ്നമൊന്നുമല്ല. ഉമ്മമാര് പ്രത്യേകിച്ച് കേൾക്കണം. ചില ഉമ്മമാരുണ്ട് എന്താ ചെയ്യാ സംഭവം? അള്ളാഹു പേടിയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ റാഹത്തായ ഭക്ഷണമാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ. ആ ഉമ്മമാരുടെയൊക്കെ കരങ്ങൾക്ക് അള്ളാഹു നല്ല ഖുവത്ത് കൊടുക്കട്ടെ. ഉമ്മമാര് പേടിക്കേണ്ട. എല്ലാ സദസ്സിലും നിങ്ങൾക്ക് ഞാൻ ദുആ രക്കും. ഞാൻ ഇതുപോലെ എന്നിട്ട് വാളു പറയണമെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ എന്തെങ്കിലും തന്നത് എന്ത് ചെയ്യണം? അവിടെ നിന്ന് കഴിക്കണം. എന്താ നിർത്താറായ ആസിഫ? അല്ല നിർത്താറായ 12 മണി വരെ ലാ ഹൗല വലാ ഖുവത ഇല്ല. 10 ദിവസം പറയണം. 10 ദിവസം ഇൻഷാ അല്ലാഹ്. ഈ ഉള്ള സൗണ്ടിൽ പോണ്ടേ പോരെ. അൽഹംദുലില്ലാഹ് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അച്ചടക്കത്തോടെ ഈ മജ്ലിസിൽ നിങ്ങൾ ഇരുന്നത്. അള്ളാഹു ഇതിന് പകരം സ്വർഗ്ഗത്തിൽ ഇരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷം നൽകി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഉമ്മമാരെ സ്നേഹത്തോടെ പറയാ, നിങ്ങളുടെ ഭർത്താവ് മത്സ്യബന്ധനം നടത്തി കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോനെ ഈ സാധുക്കൾ എങ്ങനെയാണ് ഈ കടലും കടന്നിട്ട് പോയി മത്സ്യബന്ധനമൊക്കെ നടത്തി ഇങ്ങനെ കടന്നു വന്ന് അല്ലേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഷിപ്പിൽ വെച്ച് ഒരാളോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടു കൊടുക്കുമ്പോൾ ഭാര്യക്കും മക്കൾക്കൊക്കെ ഒരു സന്തോഷം. ആ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. നിങ്ങൾ ഉമ്മമാരെന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ എത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം പറഞ്ഞ ഈ ഭർത്താവ് അതിനെ കൊണ്ടുതരാതിരുന്നിട്ടുണ്ടാകും. കൊണ്ടുതരാതിരിക്കൂല. എവിടെന്നെങ്കിലും കടം മറിച്ചിട്ടെങ്കിലും അവരത് കൊണ്ടുവരും ഇല്ലേ? അവരുടെ മനസ്സിൽ 100 പ്രശ്നങ്ങളാണ്. അവിടെ നിന്ന് കറണ്ട് ബില്ലടയ്ക്കണം. ഇവിടെ എത്ര മാസം ബില്ല് വരുന്നത് ആചാര? അല്ല എന്നാലും ഒരു ഏറ്റവും ചുരുങ്ങിയത് അത് പിന്നെ 2 മാസം കൂടുന്തോറാണോ 1 മാസം കൂടുന്തോറാണ്? 1 മാസം. ചിന്തിച്ചു നോക്കിയ അതറിയണം. ഈ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭർത്താവ് അറിയണം, അല്ലെങ്കിൽ വീട്ടുകാരെ. ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. ഏതായാലും ഓരോ കാര്യങ്ങളും ഭർത്താവ് അറിയണം. സ്കൂൾ തുറക്കുന്ന സമയമാണെങ്കിൽ മക്കളുടെ പാഠപുസ്തകം, മക്കൾക്ക് ചെരുപ്പ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? ഉമ്മമാരോട് ചോദിക്കാൻ, ഉമ്മമാരെ നമുക്ക് നല്ല ചെരുപ്പുണ്ട്, നിങ്ങളുടെ ഭർത്താവിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പൊക്കെ എത്ര ഉഷാറാണ്? 150 അല്ലെങ്കിൽ 300. അതിനപ്പുറത്തോട്ടൊന്നുമില്ല സാധുവിന് ഇല്ലേ? നമ്മൾ പറയാൻ ഒരു കല്യാണം വരുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾ എത്ര ബുദ്ധിമുട്ടിയെങ്കിലും അത് മേടിച്ചു തരും. എന്നിട്ട് ഈ സാധു കല്യാണത്തിന് വരുമ്പോ ചില ഉമ്മമാർ നോട്ടമുണ്ട് ഇങ്ങനെ, ഇതെന്ത് കോലൻ, ഈ സാധു ഈ കോലത്തിൽ വരാനുള്ള കാരണം എന്താ? അവര് നിങ്ങൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. അതൊക്കെ അവര് ചെയ്തിട്ടുണ്ട് ഇല്ലേ? നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ഭർത്താവ് വീട്ടിൽ വന്നിരിക്കുമ്പോ 100 പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. പടച്ചോനെ നാളെ ഇന്നതുപോലൊക്കെ കൊടുക്കണം,
നാളെ ഒരു കല്യാണം ഉണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുക്കണം, പെരുന്നാൾ വരുമ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം, ഇതൊക്കെ ഞാൻ അറിയണമല്ലോ പടച്ചോനെ. ഇപ്പൊ സാമ്പത്തികം വളരെ പിന്നോക്കത്തിലാണ്, ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഭർത്താവിന്റെ തോളത്തൊന്ന് തട്ടിയിട്ട്, പ്രിയപ്പെട്ടവനെ നിങ്ങൾ പേടിക്കേണ്ട, ഞാനില്ല നിങ്ങൾക്ക്. ഈ ഒരു പറച്ചില് മതി ആ ഭർത്താവിന്റെ സങ്കടം മുഴുവനും മാറാൻ. ഏറ്റവും നല്ല സ്നേഹം തരുന്ന ഒരാൾ നമ്മളോട് പറയാൻ, ഞാനില്ലേ നിങ്ങൾക്ക് ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഉപ്പമാരൊന്നും വിചാരിച്ചേക്കില്ലേ എല്ലാവരും എൻ്റെ വാപ്പമാരെ പോലത്തെ വാപ്പമാരാ. ഞാൻ ഒന്ന് ചോദിക്കാണ്, അറിയാം ഇവിടെ ഭർത്താവിന് എന്താ വിളിക്കണേ? അന്ന് ചോദിക്കാൻ മറന്നുപോയി. പല ആചാര്യ പറഞ്ഞു പല രൂപത്തിലെന്ന്. ഇപ്പൊ ഒരുപാട് പേരുകളെ ഭർത്താവിന്. ഒന്നാമത്തെ പേര്. രണ്ടാമത്തെ പേര് ഇങ്ങോട്ട് വെക്ക്. ഭർത്താവ് അവിടെ എല്ലാം നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ ആദ്യം എന്താ പറയുക, മകന്റെ പേര് പറയും. സുബേറിന്റെ വാപ്പ. ഭാര്യ പറഞ്ഞ പേരാണ്. ഇവരെന്ത് ചെയ്യാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. ഈ നമ്മുടെയൊക്കെ നാട്ടിലെ ലൈവും പോകുന്ന പടച്ചോനെ നാട്ടുകാർ കേൾക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ നാട്ടില് ഈ മച്ചാന്ന് വിളിക്കും. ആരെ? ഭർത്താവിനെ. ഈ മച്ച എന്നുള്ള വാക്ക് ഫാരിസിയാണ്. ഫാരിസിയിൽ മച്ചാന്ന് വെച്ചാൽ കുരങ്ങനെന്ന അർത്ഥം. മുഖത്ത് നോക്കിയിട്ട് വിളിക്കണം മച്ചാന്ന്. അതിന്റെ അർത്ഥം അറിയാവുന്നവരാണെങ്കിൽ നല്ല രസമുണ്ടാവും, ഇല്ലേ? അള്ളാഹുവേ നല്ല സന്തോഷം നൽകി അനുഗ്രഹിക്കണേ പടച്ചോനെ, ഇല്ലേ? പടച്ചോനെ ആദ്യമൊക്കെ ഭയങ്കര ഇപ്പൊ ഓരോ വീട്ടിലും, മിക്കുള്ള വീട്ടിലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്താ ചെന്നറിയോ, അവിടുന്ന് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന, എടാ നീ ഒന്ന് പോയിട്ട് വാടാ ആയി. ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ ഭർത്താവിനെ എടാന്നൊക്കെയാണ് വിളിക്കുക. ഇവിടെ അങ്ങനെ വിളിക്കോ? ഇവിടെ വിളിക്കൂല. 10 ദിവസത്തേക്ക് വിളിക്കൂല, അത് കഴിഞ്ഞിട്ട് വിളിച്ചോളി നിങ്ങൾ. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ, ഇല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ അസറിന്റെ സമയത്തെങ്ങാണ് ഈ വഴിക്കെങ്ങാണ് ഇറങ്ങി പോയാലും നമുക്കറിയത്തില്ല എവിടെന്നാ തേങ്ങാൻ്റെ എറിയിട്ടാണ്, ഇല്ലേ? ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇടയിൽ ബക്കറ്റ് കളക്ഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ മെയിൻ പരിപാടിയാണ്. ഒന്നാമത്തെ ബക്കറ്റ് കളക്ഷനാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ വരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എൻ്റെ ഉമ്മമാരെ, സമയം ഒരുപാടായി. ഞാൻ ഇന്നിപ്പോൾ ബീവി റഹ്മത്തിന്റെ കഥ പറയാന്നൊക്കെ പറഞ്ഞു വന്നേൻ. അത് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാളേക്ക് പോകും. ഞാൻ എവിടെ എത്തിയിട്ടില്ല. പറയാൻ നിന്നാൽ നമുക്ക് ഒരുപാട് പറയണ്ട്. 20 ദിവസം വാള് പറയാനാണെങ്കിൽ സംഭവമുണ്ട്. ഞാൻ ഇത് വെറുതെ വന്ന് പറയല്ല, ഞാൻ പഠിച്ചിട്ടേ വന്ന് പറയുള്ളൂ. ഞാൻ നേരം വെളുത്തതാ ഇവന്റെ ചോദിച്ചു റസാഖിനോടും ആഷിഖിനോടൊക്കെ ചോദിക്കും. നേരം വെളുത്ത ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരണമെന്ന് ഞാൻ ആദ്യം പഠിക്കും. അല്ലാതെ വെറുതെ വന്നിട്ട് ബെഡായി അടിക്കൂല. അതുകൊണ്ട് പറയാണ്, പെങ്ങന്മാരെ, ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് സന്തോഷം കൊടുക്കാനുള്ളത്. ഉമ്മി സലമ എന്ന് പറയുന്ന ആ പൊന്ന് നല്ലതുപോലെ ഭർത്താവിന് വിവേകത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഭർത്താവിന് മനസ്സിലായി, എന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? എൻ്റെ ഉമ്മമാര് പറയാം, എൻ്റെ കരളെ, ഞാനുണ്ട് നിങ്ങളോടൊപ്പം. അള്ളാഹു നിങ്ങളെ എനിക്ക് തന്ന സന്തോഷാൻ, ഇല്ലേ? എന്നൊന്ന് പറഞ്ഞാൽ എത്ര നല്ല കാലമായി എൻ്റെ കൂടെ നീ, ജീവിതത്തിൽ അത്ഭുതം നിറഞ്ഞ തോഴൻ നീ, എൻ്റെ കൽബിലായി വന്നിടുമേ, ഓർമാനുരാഗപ്പൂവാകുമേ, എൻ്റെ മനസ്സിൻ്റെ പൊൻതാരമായി നിങ്ങൾ അലിവായി തോന്നിയിടുമേ, എന്തു നല്ല പൂനിലാവായി വന്നു നിങ്ങൾ, രാഗമില്ലുദിച്ച സ്നേഹ താരത്തിങ്കള്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരൊക്കെ പഠിക്കണം. പെങ്ങളെ, അപ്പൊ ഇന്നു മുതൽ അങ്ങോട്ട് തീരുമാനം എടുത്തോ. പടച്ചോനെ, ഇന്നലെ വരെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള ഒരു ഉമ്മമാരും ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലേ? ഉപ്പമാരോട് പ്രത്യേകിച്ച് പറയാൻ, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ഭാര്യമാരെ പോലെ അനുസരണമുള്ള ഒരു ഭാര്യമാര് ഇല്ലാന്ന് കരുതണം. അങ്ങനെ കരുതൂലേ? നിങ്ങളുടെ ഭാര്യമാരെ പോലെ അനുസരണമുള്ള ഒരു ഭാര്യ കിൽത്താൻ ദ്വീപിലില്ല. ഉണ്ടാ? ഇല്ലാന്ന് ഉറക്കെ പറയില്ലെങ്കിൽ ചോറുണ്ടാവൂല രാത്രി. ഇല്ല, ഉറപ്പാ. എന്തൊരാവേശം! ഇല്ലെങ്കിൽ ഇന്ന് നാളെ ചോറുമില്ല, പൊട്ടുമില്ല, പരിപ്പുമില്ല. ഏതായാലും അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. പണ്ട് ഒരാള് ഷിപ്പിൽ വന്നു. ആളിന്റെ പേരൊന്നും പറഞ്ഞു. ആളിന് ആകെ സുഖമില്ല, ആളിന് വയറ്റിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഷിപ്പിലേക്ക് വന്ന് കയറിയപ്പോൾ ആളിനെ ആദ്യം കൊടുത്ത കറി പരിപ്പ് കറി. എന്തായിരിക്കും അവസ്ഥ?
അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ട് നമ്മുടെ ലോകത്ത്. പടച്ചോനെ ഈ സദസ്സിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്പൊ എന്റെ ഉമ്മമാര് പഠിക്കാൻ പറയുകയാണ്, മിൻ വാജിബി സൗജതി അം തസ്തഖ്ബില സൗജഹാ ബഅദ റുജൂഇഹി മിനൽ അമലി ബികലിമാത്തിൻ ത്വയ്യിബത്തിൻ തുദ്ഖിലു സുറൂറ അലാ ഖൽബിഹി. എന്താണ് പറയുന്നത് എന്നറിയോ പെങ്ങളെ? ഭർത്താവ് വീട്ടിലേക്കൊന്ന് കടന്നു വന്ന അല്ലാഹുവേ, ഭർത്താവിന്റെ മനസ്സിന് കുളിർമ വരുത്തുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ പറയാ. ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ ഭാര്യ പറയേണ്ടുന്ന ഏറ്റവും നല്ല വർത്താനം മക്കളുടെ പരാതിയല്ല. മക്കളാവുമ്പോ പരാതി ഉണ്ടാവും, മക്കള് കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും. ആദ്യം വന്ന സ്കൂളിൽ നിന്ന് വിളിച്ച പരാതിയല്ല ഭർത്താവിനോട് പറയേണ്ടുന്നത്, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോയിട്ട് മകനെ പറ്റി അറിഞ്ഞിട്ടുള്ള പരാതി അല്ല ഭർത്താവിനോട് പറയേണ്ടുന്നത്. ഭർത്താവിനോട് പറയേണ്ടുന്ന നല്ല വർത്തമാനായിരിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോ പറയണം, ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ ഖൽബിന് സ്വാന്തനമുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയാ. അതാണ് ഫാത്തിമ ബീവി, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ അകത്തട്ടിലിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാരോട് ചോദിക്കുകയാണ്, അല്ല അലിയേ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാറുണ്ടല്ലോ അലിയേ. അലിയാർ നിങ്ങൾ പറയുന്ന ഫാത്തിമ, എന്ത് ചോദ്യമാണ് എന്റെ ഫാത്തിമ ചോദിക്കാനുള്ളത്? ഉടൻ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, എന്റെ പ്രിയപ്പെട്ട അലിയേ, നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്ന ഒട്ടകത്തിന് പുല്ലറിഞ്ഞു കൊടുത്ത് കിട്ടുന്ന വരുമാനവുമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട അലിയേ, ഞാൻ എന്താണ് ചെയ്യേണ്ടെന്ന് എന്നൊന്ന് പറയാമോ? ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, ഞാൻ അവിടുന്ന് ക്ഷീണിച്ചു വരുന്നവനാ ഫാത്തിമ, സങ്കടത്തിൽ വരുന്നവനാണ് ഫാത്തിമ, വിഷമത്തിൽ വരുന്നവനാണ് ഫാത്തിമ. അങ്ങനെ കടന്നു വരുമ്പോ എത്ര വേദന എന്റെ പൊന്നുമോളെ നിന്റെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടെങ്കിലും ഞാൻ വന്ന പാടെ പറയല്ലേ ഫാത്തിമ. നീ എത്ര സങ്കടം പറഞ്ഞാലും, നീ എത്ര വേദനകൾ പറഞ്ഞാലും അത് മുഴുവനും കേൾക്കാന് ഞാൻ സന്നദ്ധനാണെന്ന് അവിടെ പറഞ്ഞു പോകുമ്പോ എന്റെ പെങ്ങളെ പഠിച്ചുകൊള്ളുക, ഇതാരാണ് പറയുന്ന എന്നറിയോ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മരുമകനാണ്. ആ പ്രിയപ്പെട്ട അലിയാർ തങ്ങള് ഫാത്തിമ ബീവിക്ക് മറുപടി കൊടുക്കുകയാണ്, ഫാത്തിമ, ഞാൻ വന്നു കഴിഞ്ഞ വേദനപ്പെടുത്തുന്നവര് വാക്ക് പറയല്ലേ ഫാത്തിമ, അതെനിക്ക് താങ്ങാൻ പറ്റൂല ഫാത്തിമ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ അവന്റെ ഉള്ളിൽ വേദനയാണ് ഫാത്തിമ, അവന്റെ ഉള്ളിൽ വിഷമമാണ്, അവന്റെ ഉള്ളിൽ ദുഃഖമാണ്. ആ വേദനയും ആ കെട്ടുമൊന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് സമയം കഴിയും ഫാത്തിമ. അതുകൊണ്ട് പൊന്നുമോളെ വന്ന പാടെ പരാതി പറയല്ലേ. ഇത് കേട്ടപാടെ ഫാത്തിമ ബീവിയുടെ മുഖം അങ്ങ് ചുമക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അതേ മുഖമുള്ള, റസൂലുള്ളാഹി തങ്ങളുടെ ചിരിയുള്ള, റസൂലുള്ളാഹി തങ്ങളുടെ പിരികം പോലെ ഉള്ള പരിഗമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കരയുകയാണ്. വീടിന്റെ ഒരു ഭാഗത്ത് മാറി ഇരുന്നിട്ട് കരയുമ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, അലിയാർ തങ്ങൾ ചെല്ലുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിലൂടെ തടവുകയാണ്. അല്ല മോളെ ഫാത്തിമ, എന്റെ റസൂലുള്ള എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അലിയേ, ഫാത്തിമയെ കരയിപ്പിക്കല്ല അലിയേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ, എന്റെ പൊന്നുമോള് കരയാണോ? എന്റെ ഫാത്തിമ സങ്കടപ്പെടാണോ? ഈ അലിയാർ കരയിപ്പിച്ചോ ഫാത്തിമ? ഫാത്തിമ
ബീവി റളിയല്ലാഹു അൻഹ പറയാട്, എന്തിനാണ് എന്റെ കണ്ണു നിറഞ്ഞെന്നറിയോ? ഈ കഴിഞ്ഞ ദിവസം വരെ 2 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഒരു പരാതി എന്റെ അലിയെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു വേദനപ്പെടുത്തുന്ന പരാതിയല്ല, ഒരു സങ്കടപ്പെടുത്തുന്ന പരാതിയല്ല, ഒരു ദുഃഖത്തിലാഴ്ത്തുന്ന പരാതിയല്ല. എന്നാലും ഒരു പരിഭവം ഞാൻ പറഞ്ഞല്ലോ, ജോലി കഴിഞ്ഞ് വന്ന പാടെ പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായോ? ഉടൻ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ കൈകളങ്ങ് കവർന്ന് പിടിച്ചിട്ട് പറയാ, ഇല്ല ഫാത്തിമ, അതെന്റെ ഖൽബിലില്ല ഫാത്തിമ, അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിലില്ല ഫാത്തിമ. ഇന്നെന്ത് വേണമെന്ന് എന്നോട് ചോദിച്ചപ്പോ എന്റെ ഫാത്തിമ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഫാത്തിമ. എന്നാരാ പറഞ്ഞത്? ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട മരുമകനാണ്. ഖൈബറിന്റെ കോട്ടവാതിൽ ഒറ്റയ്ക്ക് പിടിച്ചു യുദ്ധം ചെയ്തു പോയ മഹാനുഭാവനാ അലിയൽ കറമഹുല്ലാഹ്. അന്നവിടം മഗ്രിബ് നിസ്കാരം കഴിയുകയാണ്. വീടിന്റെ അകത്തട്ടിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ട്. അലിയാർ ഞങ്ങൾ പുറത്തു പോയി തിരിച്ചു വരുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് നോക്കുമ്പോ നിസ്കാരപ്പായിലാണ് ഫാത്തിമ ബീവിയുള്ളത്. ഈ കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ വന്നിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, ഫാത്തിമ ബീവി അവിടെ ഇരിക്കുകയാണ്. 2 കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഫാത്തിമ ബീവിയുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ഇറ്റി വീഴുകയാണ്. അവിടെ അലിയാർ ഞങ്ങൾ പിന്നിൽ നിൽക്കുകയാ. എന്തിനാണ് എന്റെ ഫാത്തിമ കരയുന്നത്? റബ്ബിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കുമ്പോ എങ്ങനാണ് ഫാത്തിമ എന്ന് വിളിക്കുന്നത്? പക്ഷേ ഞാൻ അവിടെ നിന്ന് തൊണ്ടയനക്കിയല്ലോ. അലിയാർ ഞങ്ങൾ തൊണ്ടയനക്കിയിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തേ മുത്തേ, എന്തിനാ കരയുന്ന എന്ന് പറ. ഈ പാവപ്പെട്ട അലിയാർ വല്ലതും പറഞ്ഞോ ഫാത്തിമ? ഉടൻ തന്നെ പറയുന്നു, അലിയേ, ഞാൻ അവിടെ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നപ്പോ പരാതി പറഞ്ഞതെങ്കിലും ഇന്നലെ നിങ്ങളുടെ ഒരു വാക്ക് കേട്ടപ്പോൾ എന്റെ ഖൽബ് പിടഞ്ഞു പോയല്ലോ, എന്റെ മനസ്സ് പിടഞ്ഞല്ല അലിയേ എന്ന് പറയുമ്പോ അലിയാർ തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വാരിപ്പുണരുകയാണ്. ഫാത്തിമ ബീവിയെ വാരിപ്പുണരുകയാണ്. ഫാത്തിമ ബീവിന്റെ കണ്ണു നിറയുമ്പോ അലിയാർ തങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ണു നിറഞ്ഞു ഒഴുകി 2 പേരും പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ പെങ്ങളെ, നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ ഭാര്യ കരഞ്ഞിട്ടുള്ള സമയമുണ്ടല്ലോ, ഭർത്താവിന്റെ കണ്ണു നിറഞ്ഞ സമയമുണ്ടല്ലോ. അവരുടെ കൂടെ കരയാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ സങ്കടം കാണാ നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഫാത്തിമ ബീവിയുടെ കണ്ണു നിറയുമ്പോ അലിയാർ കരയുന്നു. അലിയാർ തങ്ങളുടെ കവിൾത്തടത്തിലൂടെ കറുകറുത്ത കവിൾത്തടത്തിലൂടെ ഒഴുകി വന്ന ആ കണ്ണുനീരിനെ ഫാത്തിമ ബീവി തുടക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തുടച്ചു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഫാത്തിമ ബീവി പറയാ, അവിടെ കവിൾത്തടത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാ, ഇനി നിങ്ങൾ കരയല്ല് കേട്ടോ, ഇനിയും നിങ്ങൾ കരഞ്ഞു പോയാൽ എന്റെ ഖൽബ് പിടയൂലേ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അലിയേ, എന്റെ കണ്ണു നിറയിപ്പിക്കാതെ, എന്റെ മനസ്സു വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റോ? എന്തിനാണ് ഫാത്തിമ ബീവി ഇങ്ങനെ ചോദിക്കുന്ന എന്നറിയോ? അലിയാർ തങ്ങളെ എങ്ങനെയെങ്കിലും ഈ കണ്ണുനീരിൽ നിന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ. അല്ലാ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. ഒരു വെള്ളിയാഴ്ച ദിവസം അലിയാർ തങ്ങൾ കടന്നു വരുമ്പോ ഇതേപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെറ്റ
കൂരയിൽ ചാരിയിരിക്കുന്നുണ്ട്. അലിയാർ തങ്ങൾ പിന്നിൽ വന്നു നോക്കുമ്പോ ഇതേപോലെ ഫാത്തിമാന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നല്ലോ. കവിൽ തടത്തിലൂടെ കണ്ണുനീര് ഇറ്റി വീഴുകയാണ്. അലിയാർ തങ്ങൾ ഫ്രണ്ടിൽ ചെന്നു. എന്തു പറ്റി ഫാത്തിമ, എന്റെ മുത്തുമോളെ എന്ത് പറ്റിയെന്ന് പറ. ആലോചിച്ച് കരയുമ്പോ അലിയാർ തങ്ങൾ സ്നേഹനിധിയല്ലേ. അവിടെ ഭർത്താവ് കറുത്തവനാ, ഭർത്താവ് ഗ്ലാമർ ഇല്ലാത്തവനാ, മുടി ചുരുണ്ടവനാ, എന്നെന്നും അവിടെ നിന്നില്ലല്ലോ. പടച്ച തമ്പുരാൻ ഇണയായി കൊടുത്തുപോയ ഒരു മനുഷ്യനാണ് അലിയാർ തങ്ങൾക്ക്. സ്നേഹം വേണ്ടുവോളം വാരിക്കോരി കൊടുത്തിട്ടുള്ള മഹതിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അവിടെ നിന്ന് കരയുമ്പോ അലി ചോദിച്ചെന്തു പറ്റി ഫാത്തിമ? ഫാത്തിമ ബീവിന്റെ കണ്ണുകളൊന്നുകൂടെ നിറഞ്ഞൊഴുകി കവിൽ തടത്തിലൂടെ കണ്ണുനീരിറ്റി വീണു. അവിടെ അലിയാർ തങ്ങൾ ഫാത്തിമാന്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ വീണ്ടും അവിടെ നിന്ന് പറയുന്നു, അലിയേ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ കണ്ണു നിറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കരയല്ല അലിയേ, എനിക്ക് രോഗങ്ങളില്ല. അലിയാർ ചോദിച്ചു, ഫാത്തിമ എന്തെങ്കിലും രോഗമുണ്ടോ എന്റെ പൊന്നുമോളെ? ഉടൻ തന്നെ അലിയാർ തങ്ങളുടെ തോളത്തേക്ക് ഫാത്തിമ ബീവിയുടെ കവിള വെച്ചിട്ട് കരഞ്ഞിട്ട് പറയുന്നു, എനിക്ക് രോഗങ്ങളില്ലല്ലോ, എനിക്ക് സങ്കടങ്ങളില്ലല്ലോ, എനിക്ക് പ്രയാസങ്ങളില്ലല്ലോ, എനിക്ക് ദുഃഖങ്ങളില്ലല്ലോ. എന്തേ കരയുന്ന എന്നറിയോ? അന്ന് നിങ്ങൾ പറഞ്ഞൊരു വേദനയുണ്ട്. നിങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നപ്പോ നിങ്ങളോട് പരാതി പറഞ്ഞത് വേദനിച്ചോ അലിയേ? ഉടനെ അലിയാർ തങ്ങൾ കരഞ്ഞു. കരഞ്ഞിട്ട് പറയുന്നു, ഫാത്തിമ ഇപ്പോഴും ഓർത്തിട്ടിരിക്കാണോ? ഈ സമയത്ത് ഓർത്തുകൊണ്ടിരിക്കാണോ? വേണ്ട ഫാത്തിമ, അതെന്റെ ഖൽബിൽ നിന്നും മാഞ്ഞു പോയല്ലോ. എന്റെ പൊന്നെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവിയുടെ കൈകൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു പോയ ഒരു കുടുംബനാഥനും കുടുംബിനിയുമുണ്ട്. അതാണ് പെങ്ങളെ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും. എന്റെ ഭർത്താവിന് എന്തോ വന്ന് പറഞ്ഞു പോയപ്പോ ഓർത്തോർത്ത് കരഞ്ഞവള. എന്തിനേറെ ഒരു വേള എന്തോ വന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മരുമകനായ അലിയാർ തങ്ങളെ പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയോട് മിണ്ടാതിരിക്കുമ്പോ അലിയാർ തങ്ങൾ അവിടെ നിന്ന് മിണ്ടാതിരിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണു നിറഞ്ഞുപോയി. ചിന്തിക്കണം നമ്മൾ, പെങ്ങളെ ഭർത്താവ് മിണ്ടാതിരുന്നൊരു സമയത്ത് ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞു. അലിയാർ തങ്ങൾ ഇരിക്കണ കസേരയുടെ ചുറ്റും ഇങ്ങനെ നടന്നിട്ട് ചോദിക്കുക, അലിയെ മിണ്ടോ, അലിയെ മിണ്ടോ, എന്നോടൊന്നും മിണ്ടോ. കൊച്ചു കുട്ടികൾ ചോദിക്കുമ്പോൾ അലിയെ എന്നോട് മിണ്ടോ ഇല്ലേ? നമ്മളാണെങ്കിൽ ആദ്യം ഉമ്മമാരെ പിന്നെ ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഭർത്താവ് ആയിക്കോട്ടെ ഇത് പറഞ്ഞു. അപ്പോഴും ഭർത്താവ് അനങ്ങിയില്ല. വേണമെങ്കിൽ കഴിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ കഴിക്കണ്ട, വേണമെങ്കിൽ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ടി നിങ്ങൾ കഴിക്കണ്ട അല്ലേ? ആദ്യം പോയിട്ട് വിളിച്ചു, ഇക്കാന്ന് വിളിച്ചു, വിളി കേട്ടില്ല. വേണമെങ്കിൽ വിളി കേട്ടാൽ മതി. ഇപ്പൊ നിങ്ങളിപ്പം പിന്നെ എൻ്റെ അടുത്ത് മിണ്ടിയില്ല എന്നും പറഞ്ഞ് എനിക്ക് ഇവിടെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല അല്ലേ? പെങ്ങളെ അവിടെ നിന്ന് അലിയാർ തങ്ങൾ അവിടെ നിന്ന് മിണ്ടാതിരിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണു നിറഞ്ഞു. ഫാത്തിമ ബീവിയുടെ ഖൽബ് പൊട്ടി, മനസ്സ് വേദനയായി. ഓടി എവിടത്തേക്കെന്നറിയോ? മദീനയുടെ മണിമുത്തായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വരാൻ, ലോകത്തിന്റെ മുത്തായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും സ്വലാത്ത് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മുടക്കാൻ പാടില്ല. കാരണം ഹബീബായ തങ്ങളുടെ ആ ഒരു വാക്കും ആ ഒരു സ്നേഹവും നമ്മുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉണ്ടാകണം. കാരണം ഇന്നത്തെ ദിവസം അങ്ങനത്തതാണ്. റസൂലുള്ളാഹിന്റെ മകളെ ജീവിതം പറഞ്ഞതാണ്, മരുമകന്റെ ജീവിതം പറഞ്ഞതാണ്. പിന്നെ മുത്തിന്റെ പേര് പറയുമ്പോൾ സ്വലാത്തിലായിരിക്കും. അങ്ങനെ ഉറക്കം ചൊല്ലിക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.
അരികിലായി ചൊന്നേ ഉമ്മാനോടുരക്കുന്നേ എൻ്റെ കൽബിലൊരാഗ്രഹമുണ്ട് ഒന്നു ചൊല്ലാമേ മുത്തുനബിയതാണെന്നേ ഉമ്മ ചൊല്ലുന്നേ ഉടനെ എത്തിടൂ പൊന്നേ ഞാനിന്നേകയാ മകനെ ഉടനെ പോയി വരൂ പൊന്നേ മുത്തുനബിയവരെ കണ്ടില്ലെങ്കിലും ശരിയേ ഉടനെ ഉമ്മ തൻ്റെ ചാരയായി എത്തിടുവെന്നേ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഇല്ലേ? ഉവൈസുൽ ഖർനി ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല, ഹബീബായ തങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു ഉവൈസിനെ കാണുന്നെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യാൻ പറയണോ. ആ പവർ അത്ര. ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്നപ്പോ അസറിന്റെ ആ ഒരു സമയത്ത് പേനയും പേപ്പറും എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഉവൈസുൽ ഖർനി തങ്ങളെ. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ എഴുതി ഒരു 5 വരി എഴുതി. അതപ്പോൾ ഞാനിവിടെ പാടിയത്. അതിൻ്റെ ബാക്കി 5 വരി ഇന്നിപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ ഇപ്പോൾ തൗഫീഖ് വന്നിട്ട് അവൻ പറഞ്ഞു ഉസ്താദെ ഇന്ന് ഈ പാട്ട് ഉറപ്പായിട്ട് ഉസ്താദ് പാടണം. അവൻ്റെ വാക്കേട്ട് ഇന്ന് ഈ പാട്ട് പാടി. അപ്പം ഞാൻ വീണ്ടും വിചാരിച്ചു ഒരു 5 വരിയും കൂടെ എഴുതാം. അങ്ങനെ 5 വരി എഴുതി, അത് എഴുതി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അതൊക്കെ ഒരു സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഉവൈസുൽ ഖർനി തങ്ങൾ അല്ലേ, എന്തോ ഒരു സന്തോഷമാണ് അല്ലേ. ഹബീബായ തങ്ങളെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടവർ. ചില ആളുകളെ അള്ളാന്റെ റസൂലായ നബി ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ. ഭ്രാന്തെന്ന് വിളിച്ചോട്ടെ അവർ, ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബെ അങ്ങോടെൻ്റെ മുഹബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ അവർ, കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബെ അങ്ങോടെൻ്റെ മുഹബത്ത്. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭർത്താവിനെ ഇഷ്ടപ്പെട്ട് ഭർത്താവിന്റെ വഴികളിലൂടെ കടന്നു വന്ന് ഭർത്താവ് വീട്ടിലേക്ക് വന്ന സ്നേഹം കൊടുത്തുകൊണ്ട് വരുന്ന ഒരു ഭാര്യയാവുക. പടച്ചറപ്പേ, എന്റെ ഉമ്മമാർക്കത് കേൾക്കാൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരുപാടൊന്നും പറഞ്ഞു. 1.5 മണിക്കൂർ ഞാൻ വാള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാധാരണ 1.25 എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. പക്ഷെ 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞു. കാരണം നേരത്തെ പോയാൽ ഇൻഷാ അല്ലാഹ് നാളെ